ഞാൻ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. എൻ്റെ ലൈഫിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സാക്ഷിയായി ഇങ്ങനെ ദൈവവചനവുമായിട്ട് ആയിരിക്കാൻ കർത്താവ് ഒരവസരം കൂടെ ഒരുക്കി തന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ പറഞ്ഞ എല്ലാം നല്ല ഇൻട്രൊഡക്ഷനായി സ്തോത്രം. താങ്ക് യു. ഒരു കറക്ഷൻ, ഒറ്റയല്ല, ചില കറക്ഷൻസ് ഉണ്ട്. അതിൽ ഒന്നിതേ ഉള്ളൂ. ഞാൻ പൂനെയിലല്ലായിരുന്നു, ഞാൻ ചണ്ഡീഗഡിലായിരുന്നു, പഞ്ചാബിലായിരുന്നു. സോ ദാറ്റ്സ് നത്തിങ് ബിഗ് ഡീൽ, പക്ഷേ ജസ്റ്റ് വാണ്ടഡ് ടു ക്ലാരിഫൈ ദാറ്റ്. കർത്താവ് സഹായിക്കട്ടെ. ലിവിങ് ഹോപ്പ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ്, കൗണ്ടി മേയോ, അയർലൻഡ്, അതാണ് തോന്നുന്നു നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര്. ഈ സെപ്റ്റംബർ മാസത്തിൽ ഐ ഗോട്ട് എ പ്രിവിലേജ് ടു ജസ്റ്റ് പാസ് ത്രൂ അയർലൻഡിൽ കൂടെ പോകാനൊരു അവസരം എനിക്ക് ലഭിച്ചായിരുന്നു. ഞാൻ UK പോകുന്ന അതുവഴിയാണ് വന്നതും തിരിച്ചു പോയതും. വേറെ ഒന്നുമല്ല, ജസ്റ്റ് പാസ് ത്രൂ ദ എയർപോർട്ട്. അന്നേരം അവിടെ ഇരുന്ന് ഈ നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആസ് ഐ യൂഷ്വലി ഡു, കർത്താവ് സഹായിച്ചു. എന്നാൽ ഇന്ന് ആ ദേശത്ത് പാർക്കുന്ന ചില ജീവിതങ്ങളോട് വചനം സംസാരിക്കാൻ കർത്താവ് തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. ഐ താങ്ക് ഗോഡ് ഫോർ പാസ്റ്റർ ബിജു ആൻഡ് ഹിസ് ഫാമിലി ആൻഡ് നിഷാദ് ബ്രദർ ഇന്ന് ഇതുവരെ ജോയിൻ ചെയ്തെന്നാണ് പറഞ്ഞത്. ബട്ട് എനിവേ, അദ്ദേഹം മുഖാന്തരമാണല്ലോ ഇൻട്രൊഡ്യൂസ് ചെയ്ത പാസ്റ്റർ എടുക്കൽ. സോ ഐ വോണ്ട് ടു താങ്ക് ഹിം ഓൾസോ. ഞാൻ പാസ്റ്റർ സമയം ഒത്തിരി തന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ പലരും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നവരാണെന്ന് എനിക്കറിയാം. ബട്ട് വാട്ട് ഐ വിൽ ഡു ഇസ്, വളരെ സിൻസിയറായിട്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, നോർമലി നമുക്ക് സംസാരിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഐ ബിൻ ഡൂയിങ് ദിസ് മിനിസ്ട്രി ഫോർ ലോങ് ടൈം. പക്ഷേ ഐ ഓൾവേസ് ഫൈൻഡ് ഇറ്റ് ആസ് എ ജോയ്. കർത്താവ് ഒരു നിയോഗം തന്നൊരു വചനം സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണല്ലോ നമുക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് എനിക്കൊരു നിയോഗം തന്നിട്ടുണ്ട്. ആ വചനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതായിരിക്കും. അതിനു മുമ്പ് ഞാൻ എൻ്റെ ടെസ്റ്റിമണി ഐ വാണ്ട് ടു സേ ഫ്യൂ വേർഡ്സ്. കാരണം കർത്താവിൻ്റെ ദാസൻ നിങ്ങളിൽ പലരും എന്നെ അറിയാമെന്നൊക്കെ പറഞ്ഞെങ്കിൽ ഐ ഡോണ്ട് നോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഐ എം നോട്ട് എ നോൺ പേഴ്സൺ ഇൻ അവർ കമ്മ്യൂണിറ്റി. അങ്ങനെ അറിയപ്പെട്ട ആളല്ല. പക്ഷേ എൻ്റെ ചെറുപ്രായത്തിൽ ഒരു സമയം ഉണ്ടായിരുന്നു when I didn't think that there is a God. ഒരു ദൈവം ഉണ്ടെന്ന് ഞാനങ്ങനെ ചിന്തിക്കാവുന്ന ഒരു സമയം. ഉണ്ടെങ്കിൽ പോലും ദൈവം എന്നെ പറ്റി ഒരു വിചാരവുമില്ല. ദാറ്റ് ഗോഡ് ഡസൻ കെയർ അബൌട്ട് മീ എന്ന് ചിന്തിച്ച് മുമ്പോട്ട് പോയ ഒരു ടൈം എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. ആ സമയത്ത് ദൈവത്തിൻ്റെ സ്നേഹം എന്നെ പിടികൂടി. ഞാൻ എൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. പക്ഷേ അന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. എന്നെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. ദർ ഇസ് എ ഗോഡ് ഹൂ നോസ് മീ വെരി വെൽ. അതെൻ്റെ വളരെ യങ് ഏജിലായിരുന്നു. യങ് ഏജ് എന്ന് പറയുമ്പോൾ ആ ടൈം മുതൽ കർത്താവിന് വേണ്ടി പടിപടിയായി പല കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം കൃപ വന്നതനുസരിച്ച് കർത്താവ് സഹായിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2006 ഞാൻ ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഈ വന്ന സ്ഥലം മിനസോട്ട, ഒരുപക്ഷെ നിങ്ങൾ പലരും കേട്ടിട്ടില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾ ചിലപ്പം ജോർജ് ഫ്ലോയിഡിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കാം. ഐ കാൺട്ട് ബ്രീത്ത് എന്ന് പറഞ്ഞ ഒരു ഇൻസിഡൻറ്റ് ചില വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ഉണ്ടായത്, ലോകം മുഴുവൻ പ്രശസ്തമായത്. അത് ഞാൻ താമസിക്കുന്നതിൻ്റെ ഒരു 10 മൈൽ അല്ലെങ്കിൽ 15 മിനിറ്റ്സ് കൊണ്ട് അവിടെ എത്താം, അത്രയേ ഉള്ളൂ. ബട്ട് അന്നിവിടെ വന്നപ്പോൾ കഴിഞ്ഞപ്പം ചില വർഷങ്ങൾ കഴിഞ്ഞൊരു ഇവിടെ ചർച്ചുകൾ ഇല്ലാത്ത സ്ഥലമായിരുന്നു. പ്രത്യേകിച്ച് പെന്റക്കോസ്റ്റൽ ചർച്ചസ് ഒന്നും തന്നെ ഇല്ല. ദൈവത്തിൻ്റെ കൃപയാലെ ഒരു ചർച്ച് പൈനർ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. അത് ദൈവം ഇത്രത്തോളം കൃപ തന്നു. മറ്റ് പല കാര്യങ്ങളിലും ഏർപ്പെടാൻ ദൈവം സഹായിച്ചെങ്കിലും ഇപ്പോൾ റീസെൻ്റ്ലി ഞങ്ങൾ 2 ബ്രാഞ്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അങ്ങനെ കർത്താവിൻ്റെ കൃപയാൽ മുമ്പോട്ട് പോകുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ ICPF-ൽ എൻ്റെ ഇൻ്റർനാഷണൽ ഒത്തിരി ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ യൗവനക്കാരുടെ ഇടയിലുള്ള വർക്ക് ഐ ലൈക്ക് ഇറ്റ്. അത് ദൈവം ഞാൻ എൻജോയ് ചെയ്യുന്ന കാര്യമാണ്. പല രാജ്യങ്ങളിലെ വർക്കിൽ ഇൻവോൾവ് ആവാൻ കർത്താവ് ഭാഗ്യം തരുന്നു. പക്ഷേ ഒരു കാര്യം എൻ്റെ ടെസ്റ്റിമണി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഗെറ്റ് ഇൻ ടു ദ വേർഡ്. അതായത് 2021 2021 നമുക്കറിയാം, കോവിഡൊക്കെ ഹിറ്റായി ഇരിക്കുന്ന സമയത്ത് ഒത്തിരി മീറ്റിങ്സൊക്കെ ഓൺലൈനാണ്. എനിക്കും വലുതായിട്ടില്ലെങ്കിലും ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ സംസാരിക്കാൻ അവസരം കിട്ടും. ഇപ്പം തന്നെ ചർച്ച് വളരെ സന്തോഷമായിട്ട് പോകുന്നു. എനിക്കും എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് എൻ്റെ ജീവിതത്തിനെതിരെ ആഞ്ഞടിച്ചു. അത് ജൂലൈ മാസമായിരുന്നു സംഭവിച്ചത്.
ഞാനത് വളരെ ചുരുക്കി പറയാം. ഒത്തിരി കാര്യങ്ങൾ അതിനെപ്പറ്റി തന്നെ പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഞാൻ അത് പറയുന്നത് ഒറ്റ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ആ ടെസ്റ്റിമണിയിലോട്ട് ഇപ്പോൾ പോകുന്നത്. എനിക്ക് സ്വല്പം ശാരീരികമായ അസ്വസ്ഥത വന്നു. ഞാനങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരാളല്ല. എൻ്റെ ലൈഫിൽ എൻ്റെ ഓർമ്മയാണെങ്കിൽ കൊച്ചിലെങ്ങാനും പോയിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. എൻ്റെ ഓർമ്മയിൽ ഞാനങ്ങനെ ഹോസ്പിറ്റലിലൊന്നും പോയിട്ടുള്ള ആളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം പെട്ടെന്ന് ചില അസ്വസ്ഥതകൾ നിമിത്തം എനിക്ക് കുറേ പ്രാവശ്യം അർജൻറ്റ് കെയറിലൊക്കെ പോകേണ്ട വന്നു. ഞാൻ വിചാരിക്കും നിങ്ങളിൽ കുറച്ച് പേരൊക്കെ മെഡിക്കൽ പ്രൊഫഷണൽസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുമായിരിക്കും കുറച്ചുകൂടെ. സോ വാട്ട് ഹാപ്പൻഡ് ഇസ് എമർജൻസിയിൽ അവസാനം ഞാൻ എൻഡപ്പായി. പക്ഷെ അതിന് മുമ്പ് ചർച്ചിലൊരു ബാപ്റ്റിസം സർവീസ് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ വയ്യായ്മ വന്നു. അപ്പോൾ അന്ന് മുമ്പ് അവർ എന്നെ വിളിച്ചു പറഞ്ഞു, ബാപ്റ്റിസം സർവീസ് നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാം, പാസ്റ്റർക്ക് സുഖമില്ലല്ലോ ഈ ദിവസങ്ങളിൽ. ഞാൻ പറഞ്ഞില്ല, ഇപ്പം നടന്നാൽ നടക്കും, അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും. അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഫ്യൂ തിങ്സ് ഹാപ്പൺ. അന്ന് സ്നാനം കഴിഞ്ഞ് വൈകിട്ട് ചില കാര്യങ്ങൾ കർത്താവ് എന്നെ ഒരു ദർശനം കാണിച്ചു. അതുകൊണ്ട് ഐ വാസ് പ്രിപ്പയർഡ്. എനിവേ, ലോങ് സ്റ്റോറി ഷോർട്ട്, ഞാൻ എമർജൻസിയിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് അവർ എല്ലാ കാര്യങ്ങളും നോക്കി, എൻ്റെ ഹിസ്റ്ററിയും ഹെൽത്തും എല്ലാം വെച്ചിട്ട് അവർ എനിക്ക് തോന്നുന്നൊരു 100 ഇൻഫെക്ഷൻ ഡിസീസസ് നോക്കി, ഒന്നുമില്ല. But finally they found out that I am in acute case of അന്നേരം പറഞ്ഞത് ലുക്കീമിയയുടെ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ, അങ്ങനൊരു ഡയഗ്നോസിസ് വന്നു. അപ്പം ഞാൻ ദാറ്റ് വിത്ത് 95% ബ്ലാസ്റ്റ്. അപ്പോൾ അങ്ങനെ വന്നപ്പം പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞു ഇമ്മീഡിയറ്റ്ലി ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ലൈഫ് ഡേഞ്ചർ ആകുമെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ലോങ് സ്റ്റോറി ഷോർട്ട്, അപ്പം അവിടെ ഈ കോവിഡ് കാരണം ബെഡ്സ് അവൈലബിൾ അല്ല ഹോസ്പിറ്റൽസിലൊന്നും. അപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് 1 hour ഡിസ്റ്റൻസിലാണ് മയോ ക്ലിനിക്ക്. നിങ്ങളുടെ ഈ കൗണ്ടി മയോ, അത് എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഞങ്ങൾ കഴിഞ്ഞ സൺഡേയിലാണ് മയോ ക്ലിനിക്ക് ഇരിക്കുന്ന റോച്ചസ്റ്ററിലെ ഒരു പുതിയ പ്രവർത്തനം ആരംഭിച്ചത് തന്നെ. അപ്പം ഞാൻ പണ്ട് ഒരു വർഷം അവിടെ താമസിച്ചിട്ടുണ്ട് 2011. ബട്ട് അവരെന്നെ അവസാനം നോക്കിയപ്പോൾ അവിടെ ഒരു ബെഡ് കിട്ടി. അവിടുത്തെ കൺസൾട്ടൻ്റ് എന്നെ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ എൻഡപ്പായി. അപ്പോൾ രണ്ടാമത് ഒന്നും കൂടെ ബോൺ മാരോ ബയോപ്സി ചെയ്തു. ബയോപ്സി ചെയ്തപ്പോൾ 10 ദിവസം എടുത്ത് റിസൾട്ട് വരാൻ. കാരണം അവർ ഡിബേറ്റ് ചെയ്യുമായിരുന്നു 3 പത്തോളജിസ്റ്റുമാർ, എന്തുവാണ് ഇതിൻ്റെ ഒരു ഡയഗ്നോസിസ് കൊടുക്കേണ്ടത്. ഫൈനലി ദേ കെയിം ബാക്ക് വിത്ത് എ ഡയഗ്നോസിസ് സെയിങ് ദാറ്റ് എനിക്ക് ഹൈബ്രിഡ് കേസാണ്, റെയർ കേസാണ്. ലുക്കീമിയ ലിംഫോമ രണ്ടിൻ്റെയും കൂടെ ഹൈബ്രിഡ് കേസാണ്. അപ്പം അവരതിന് മുമ്പ് ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാനൊക്കെ വെച്ചിട്ടായിരുന്നു വന്നത്. ബട്ട് ദേ കെയിം ബാക്ക് ആൻഡ് സെറ്റ് ടു മീ ദാറ്റ്, എന്നോട് പറഞ്ഞു, എന്നോടും വൈഫ് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു, എന്നോട് പറഞ്ഞു ഇറ്റ്സ് ഗോയിങ് ടു ബി എ വെരി റിസ്കി കേസ്. എന്തായാലും വി വിൽ ട്രൈ, ബട്ട് ഓൾവേസ് റിമെമ്പർ വി മേ ഹാവ് ടു ഗോ ബാക്ക് ടു ദ ഡ്രോയിങ് ബോർഡ്. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ അതിൻ്റെ അകത്തുനിന്ന് പറയാൻ ഇത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. ആ ഒരു ജേണി ഒരു 1 year ജേണി ആയിരുന്നു. ഐ ഹാഡ് ടു ഗോ ത്രൂ എ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിൽ കൂടെ പോകേണ്ട വന്നു. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് വരെ ചേഞ്ചായി. അതിനകത്തൊക്കെ ഒത്തിരി ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലും അത് കഴിഞ്ഞപ്പം മുതൽ ദൈവത്തിൻ്റെ കൃപയാൽ മിനിസ്ട്രിയും കാര്യങ്ങളും എല്ലാം സ്ലോ ഡൗൺ ആയിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ മുതൽ ഒത്തിരി ഫാസ്റ്റ് ആയിട്ടുണ്ട്. കർത്താവ് കൃപ തരുന്നു. ആഫ്റ്റർ വാട്ട് ഐ വെൻ ത്രൂ ഒരു പ്രത്യേക ജേണി ആയിരുന്നു അതൊരു വർഷത്തെ. അതിനെപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, എങ്കിലും അതിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. But one thing I want to just bring from that experience, അത് മാത്രം പറഞ്ഞിട്ട് കർത്താവ് ഏൽപ്പിച്ച വചനത്തിലേക്ക് പോകാം. കാരണം ഇന്ന് ടെസ്റ്റിമണി പറയേണ്ടല്ലോ പ്രൈമറി ഗോൾ. ഞാൻ അന്ന് ഡയഗ്നോസിസ് വന്ന് ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുമ്പോൾ, അന്ന് രാത്രിയിൽ ഈ കോവിഡ് റെസ്ട്രിക്ഷൻസ് കാരണം ഫാമിലി മെമ്പേഴ്സിനൊന്നും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. സോ എൻ്റെ വൈഫിന് തിരിച്ച് വീട്ടിൽ പോകേണ്ടി വന്നു. സോ ഞാൻ തന്നെ ഉള്ളൂ. അപ്പം ഞാൻ ആ ബെഡിൽ കിടന്നുകൊണ്ട് കർത്താവിനോട് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറയുകയാണ്, എൻ്റെ കർത്താവേ, അന്ന് 25 വർഷമായി ഞാൻ എൻ്റെ യേശുവിനെ കണ്ടിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ്, 25 വർഷത്തെ ലൈഫ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അക്കോംപ്ലിഷ് ചെയ്തെന്നോ അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നേടിയെന്നോ ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിച്ചതെല്ലാം ചെയ്യാം. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഐ വാസ് നോട്ട് അൺഫെയ്ത്ത്ഫുൾ. കർത്താവ് എന്നെ എന്തെല്ലാം ഏൽപ്പിച്ചു അതൊക്കെ എനിക്ക് പറ്റിയ എബിലിറ്റി കൊണ്ട് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് കർത്താവെ, നീ എന്നെ വിളിച്ചാലും എനിക്ക് പ്രയാസമൊന്നുമില്ല. അങ്ങനെ ഞാൻ എൻ്റെ കർത്താവുമായിട്ട് ഒരു കോൺവെർസേഷൻ നടക്കുമ്പോൾ അന്ന് രാത്രിയിൽ എൻ്റെ മുറിയിൽ ഇറങ്ങി വന്ന ഒരു ദൈവ സാന്നിധ്യം, ആ സാന്നിധ്യത്തിൻ്റെ മധ്യത്തിൽ ഞാൻ കേട്ട ദൈവശബ്ദം, അത്
മാത്രം നിങ്ങളോടൊന്ന് ഞാൻ എൻ്റെ ആ വലിയ അനുഭവത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവെ, എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല. ഞാൻ എൻ്റെ ലൈഫ് തന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒത്തിരി മാനുഷികമായി ചിന്തിച്ചാൽ പ്രയാസമുണ്ടാക്കുന്ന വിഷയങ്ങളുണ്ട്. കാരണം എൻ്റെ മൂന്നാമത്തെ മകൾക്ക് ആ സമയത്ത് ആ ജൂലൈയിൽ ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അന്ന് 1 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. പിന്നെ ഒരു മോനുണ്ടായിരുന്നു, അവൻ അന്ന് 9 ഇയേഴ്സ് 9-10 ഇയേഴ്സ്, മോൾക്ക് 6 ഇയേഴ്സ്. ആ ഒരു പ്രായത്തിലുള്ള 3 കുഞ്ഞുങ്ങളാണ്. എന്നെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ മാതാപിതാക്കളുണ്ട്, അവർ രണ്ടുപേരും ഉണ്ട്. അപ്പം അങ്ങനെ മാനുഷികമായി പല ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്നുണ്ടെങ്കിലും അതിനൊക്കെ അതിജീവിച്ച് ഞാൻ എൻ്റെ പ്രത്യാശ ഇത്ര 25 വർഷം പ്രസംഗിച്ച ക്രിസ്തുവിൻ്റെ പറ്റി പ്രസംഗിച്ചപ്പോഴൊക്കെ പലവട്ടം പറഞ്ഞിട്ടുള്ള അതേ പ്രത്യാശ എൻ്റെ ഉള്ളിൽ കയറി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, എന്നെ വിളിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ ആ നേരത്തെ ഒരു ദർശനത്തിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പം ഞാൻ അന്നൊരു തീരുമാനം എടുത്തായിരുന്നു, എൻ്റെ ലൈഫിൽ എന്തു സംഭവിച്ചാലും ഞാൻ കർത്താവിനോട് ചോദിക്കത്തില്ല എന്തുകൊണ്ടെന്ന്. അത് ഞാൻ ഇന്നുവരെയും ചോദിച്ചിട്ടില്ല. പക്ഷേ ദൈവം പല പല വട്ടമായിട്ട് പ്രൂവ് ചെയ്ത് തന്നിട്ടുണ്ട്, എന്തിനെന്നുള്ളത് കർത്താവ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ എനിവേ, അന്ന് രാത്രിയിൽ ഇറങ്ങിയ ദൈവസാന്നിധ്യത്തിൻ്റെ മുതൽ കർത്താവ് എന്നോട് ദൈവശബ്ദം ഞാൻ കേട്ടു. കർത്താവ് എന്നോട് ചോദിച്ചു, നീ എന്തിനെ പറ്റിയാ നീ വിചാരിക്കുന്നത്? അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, അങ്ങനെ പ്രത്യേക വിചാരമൊന്നുമില്ല കർത്താവെ, അങ്ങക്ക് അറിയാമല്ലോ. അപ്പം എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്നാമത് എന്നോട് ചോദിച്ചു, നീ എന്തുവാ ചിന്തിക്കുന്നത്? കുറേ കാര്യങ്ങൾ എന്നോട് ചോദിച്ചതിൽ ഒന്ന് ചോദിച്ചു, നീ ജോലിയെ പറ്റിയാണോ വ്യാകുലപ്പെടുന്നത്? അപ്പം എനിക്ക് നല്ലൊരു പ്രോമിനൻ്റ് റോൾ അന്നേരം ഉണ്ടായിരുന്നു, പൊസിഷൻ ഉണ്ടായിരുന്നു. അപ്പം പറഞ്ഞു, കർത്താവ് പറഞ്ഞു, നീ ഇല്ലെങ്കിൽ നിന്നെ റിപ്ലേസ് ചെയ്ത് അവർ വേറെ ആളിനെ എടുക്കും. സോ യു ആർ റിപ്ലേസബിൾ. നീ എന്ന് പറഞ്ഞൊരു വ്യക്തി റിപ്ലേസബിളാണ്. പിന്നെ എന്നോട് ചോദിച്ചു, നീ ചർച്ചിനെ പറ്റിയാണോ ചിന്ത? കാരണം ഞാൻ പയനീർ ചെയ്ത ചർച്ചാണ്. ഞാനില്ലെങ്കിൽ അതിൻ്റെ അപാകതകൾ എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട്. പക്ഷേ കർത്താവിനോട് പറഞ്ഞു, നീ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇല്ലെങ്കിൽ നാളെ വേറൊരു പാസ്റ്ററെ എടുത്തിട്ട് ചർച്ച് മുമ്പോട്ട് പോകും. പക്ഷേ യു ആർ നോട്ട് ബിയോണ്ട് എ പോയിന്റ്, നിന്റെ മേലൊരു ഡിപ്പെൻഡൻസി ഇല്ല. മൂന്നാമത് കർത്താവ് ചോദിച്ച ICPFൻ്റെ കാര്യം. അപ്പം ഞാൻ ശരിക്കും അതിനകത്ത് ഒത്തിരി ഇൻവോൾവ് ആണ്. ഒത്തിരി സ്റ്റാഫ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. പല രാജ്യക്കാരുള്ള സ്റ്റാഫുകളാണ്. ഞാൻ പറഞ്ഞു, കർത്താവ് പറഞ്ഞു, ദേ വിൽ ഫീൽ യുവർ ആബ്സെൻസ്, പക്ഷേ ബിയോണ്ട് എ പോയിന്റ് ദേ വിൽ ഓൾസോ മൂവ് ഓൺ. നീ എന്ന് പറയുന്ന ഒരാൾ റിപ്ലേസബിൾ ആണ്. നിനക്ക് പരിധിക്കപ്പുറത്തൊന്നും നിന്നെ ആർക്കും ആവശ്യമില്ല. അത് കഴിഞ്ഞ് കർത്താവിൻ്റെ ശബ്ദം കുറേ സം ഏരിയാസ് വേർ ഐ വാസ് ഇൻവോൾവ് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, ഫാമിലിയെ പറ്റി നിനക്ക് ചിന്തയുണ്ടോ, വ്യാകുലപ്പെടുന്നുണ്ടോ? എന്നിട്ട് പറഞ്ഞു, ഡെഫിനറ്റ്ലി അവർ നിന്നെ മിസ് ചെയ്യും, പക്ഷെ നീ വിശ്വസിക്കുന്നുണ്ടോ നിന്റെ സാന്നിധ്യത്തിനേക്കാൾ ഉപരിയ നിന്റെ അസാന്നിധ്യത്തിൽ ഞാൻ അവരെ പോറ്റി പുലർത്താൻ ശക്തനാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ, ഐ ബിലീവ്, ബിക്കോസ് അങ്ങ് ദൈവമാണ്, അങ്ങക്കെല്ലാം ചെയ്യുവാൻ കഴിയും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആ പ്രാർത്ഥനയിൽ ഞാൻ കേട്ട ഒരു ദൈവശബ്ദം ഇതായിരുന്നു. അല്ല, പ്രാർത്ഥനയല്ല, ആ കോൺവെർസേഷനിൽ, നീ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, യു ആർ റിപ്ലേസബിൾ ഫ്രം പ്രട്ടി മച്ച് എവരിത്തിങ്. ഇന്ന് നീ കയ്യിൽ പിടിച്ചിരിക്കുന്ന സകലതും നിനക്ക് വിടേണ്ട വന്നാൽ നിന്നെ വേറെ ആരെങ്കിലും അവിടെ റിപ്ലേസ് ചെയ്യും. പക്ഷെ ആർക്കാ നിന്നെ ആവശ്യം? ഹൂ നീഡ്സ് യു, റൈറ്റ്? ഹൂ നീഡ്സ് യു? അപ്പം ഞാനും ചിന്തിച്ച്, ശരിയാണല്ലോ. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ വളരെ ഇൻഡിസ്പെൻസിബിൾ ആണെന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അത് കഴിഞ്ഞൊരു ശാന്തത, ഒരു സ്വല്പ സമയത്തെ സൈലൻസ് കഴിഞ്ഞിട്ട് ഞാൻ ആ മുറിയിൽ എൻ്റെ ബെഡിൽ കിടക്കുമ്പോൾ ഒരു ദൈവശബ്ദം കേട്ടു. മോർ ദാൻ എനിവൺ എൽസ് ഐ നീഡ് യു, അൺലെസ് ആൻഡ് അണ്ടിൽ മൈ പർപ്പസ് ഇസ് നോട്ട് കംപ്ലീറ്റഡ് ത്രൂ യുവർ ലൈഫ്, ഐ വിൽ സസ്റ്റെയിൻ യു. ആരിലുപരിയായി എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. എൻ്റെ ഉദ്ദേശം നിന്നിൽ കൂടെ നിവൃത്തിയാകുന്നിടം വരെ ഞാൻ നിന്നെ ഈ ഭൂമിയിൽ നിലനിർത്തും, പോറ്റിപ്പുലർത്തും. ആ ശബ്ദത്തിൻ്റെ മുമ്പിൽ ഞാനൊരു കാര്യം പറഞ്ഞു, കർത്താവെ, ദാറ്റ് ഈസ് ഇനഫ്. അത്രയും മാത്രം എനിക്ക് കേട്ടാൽ മതി കർത്താവെ. ആർക്കും എന്നെ വേണ്ട എങ്കിലും എൻ്റെ ദൈവത്തിന് എന്നെ വേണം. മൈ ഗോഡ് നീഡ്സ് മീ. മൈ ഗോഡ് ഹാസ് എ പർപ്പസ് ഫോർ മൈ ലൈഫ്. എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തെപ്പറ്റി ഒരു ഉദ്ദേശമുണ്ട്. അത് മാത്രം എനിക്ക് മതി കർത്താവെ. ഇനി മുമ്പോട്ടുള്ള യാത്ര എത്ര ഡിഫിക്കൽട്ടാണെങ്കിലും ആ ഒരു വേർഡ് എനിക്ക് മതി കർത്താവെ. അങ്ങനെ ആ ദൈവശബ്ദത്തിന് മുമ്പ് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. യാത്ര കഠിനമായിരുന്നു. വളരെ ബുദ്ധിമുട്ടിയ ദിവസങ്ങളുണ്ട്. ഫുഡ് കഴിക്കാൻ വയ്യാതെ
IV കൂടെ ഫുഡ് കിട്ടിയ ദിവസങ്ങളുണ്ടായിരുന്നു. പല കാര്യങ്ങളുണ്ടായിരുന്നുവെങ്കിലും എല്ലാം വളരെ സ്മൂത്തായിട്ട് പോയി. കാരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ടായിരുന്നു. ഞങ്ങളുടെ ചർച്ചിൽ എല്ലാ ദിവസവും പ്രാർത്ഥനയുണ്ട്. അതുകൂടാതെ ഞാൻ എപ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നേരം ICPFൻ്റെ ഞങ്ങളുടെ ഫുൾ ടീം പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ കൂടി സൂമിൽ വരും. പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ കയറി വരും. അങ്ങനെ അവർ പ്രാർത്ഥിക്കും. ഞാൻ ഡിസ്ചാർജ് ആവുന്നിടം വരെ അവർ പ്രാർത്ഥിക്കും. എൻ്റെ ട്രാൻസ്പ്ലാന്റ് സമയത്ത് 111 ദിവസം അവർ കണ്ടിന്യൂസ് പ്രാർത്ഥിച്ച്. ഷാരോൺ ചർച്ചസ് ഇവിടെ SFC തന്നെ അവർ ഒരു പ്രെയർ ലൈൻ എനിക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അത് ഇന്നും നടക്കുന്നുണ്ട്. ആ പ്രെയർ ലൈൻ എല്ലാം വീക്ക്ലി, അത് ഇതുവരെ നിന്നിട്ടില്ല. ബട്ട് വി പ്രേ ഫോർ അതർ മാറ്റേഴ്സ് നൗ. അങ്ങനെ ദൈവത്തിൻ്റെ മഹാകരുണ. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ അന്ന് എനിക്ക് ചില ഏകാന്തതകളൊക്കെ അനുഭവിക്കേണ്ട വന്നെങ്കിലും എൻ്റെ ജീവിതത്തിലെ ഒരു പ്രയാസഘട്ടത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. ദ ഫാക്ട് ഈസ് വി ആർ പാർട്ട് ഓഫ് എ ബിഗ് ഫാമിലി. അത് കഴിഞ്ഞ് ഞാൻ എവിടൊക്കെ പോയിട്ടുണ്ടോ, ഐ ഹാവ് ഫൗണ്ട് അറ്റ്ലീസ്റ്റ് സംബഡി ഹു കെയിം ആൻഡ് ടോൾഡ് പാസ്റ്റർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നു. ഇൻഫാക്ട് ഞാൻ ക്യാമറൂണിൽ പോയപ്പോൾ ഒരു അമ്മച്ചി എന്നെ കാണാൻ വന്നു, ആഫ്രിക്കൻ അമ്മച്ചിയോട് പറയാം, ഐ കെയിം ടു സീ യു ജസ്റ്റ് ബിക്കോസ് ഐ ഹാഡ് പ്രേഡ് ഫോർ യു. നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നെ കാണാൻ വന്നാന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, നമ്മൾക്ക് പലപ്പോഴും തോന്നും നമ്മൾ ഏകരാണ്, നമ്മൾക്ക് ആരുമില്ല, നമ്മളെ കരുതുന്നവരാരുമില്ല, നമ്മളെ ആർക്കും ആവശ്യമില്ല, നമ്മളെപ്പറ്റി ആർക്കും വിചാരമില്ല. പക്ഷേ ഇന്ന് ഈ മീറ്റിങ്ങിൽ കൂടിയിരിക്കുന്ന സകലരോടും അടുത്ത വചന ശുശ്രൂഷയിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. യു ആർ നോട്ട് ആൻ ആക്സിഡൻറ്റ്. നീ ഒരു അബദ്ധമല്ല. നീ ഇന്ന് ജീവിച്ചിരിക്കുന്നെങ്കിൽ എൻ്റെ ദൈവത്തിന് നിന്നെപ്പറ്റി ഒരു മഹത്തായ പദ്ധതിയുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമ്മളെ തന്നെ വലിച്ചെറിഞ്ഞ് കർത്താവെ ഞാനിതാ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ കൂടെ ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. ഞാൻ പറഞ്ഞല്ലോ, ജോലിയിൽ നിനക്കൊരു പരിധിക്കപ്പുറത്ത് ആവശ്യമില്ല. നീ ഏത് മിനിസ്റ്റർ ചെയ്യുന്നു, ഇവൻ ഞാൻ പറയട്ടെ, ഞാൻ ഇച്ചിരി ലിബർട്ടി എടുത്ത് പറയാം, നീ ഒത്തിരി ബുദ്ധിമുട്ടി പ്രവർത്തിച്ചു കൊണ്ടുവന്ന ദൈവസഭയ്ക്ക് പോലും നിന്നെ ഒരു പക്ഷേ ആവശ്യമില്ലായിരിക്കാം. അങ്ങനെ ഒരു സമയം വന്നേക്കാം. പക്ഷെ നിന്നെ വിളിച്ചവൻ, നിന്നെ പേർ ചൊല്ലി വിളിച്ചവൻ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ കണ്ടവൻ, നിന്നെ അറിഞ്ഞവൻ, നിന്നെ അഭിഷേകം ചെയ്തവൻ, നിന്നെ വിളിച്ചവൻ, ആ ദൈവത്തിന് നിന്നെ പറ്റിയുള്ള മഹത്തായ പദ്ധതി തീരുന്നിടം വരെ നിന്നെ ഈ ഭൂമിയിൽ പോറ്റി പുലർത്താൻ ദൈവം ശക്തനായ ദൈവമാണ്. ഞാൻ ദൈവമക്കളെ പറയട്ടെ, നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചാൽ, ഞാനത് കഴിഞ്ഞ് സാധാരണ പ്രസംഗിക്കുന്ന ഒരു വിഷയമാണ് ജീവിതത്തിൽ വരുന്ന അൺഎക്സ്പെക്റ്റഡ് സ്ട്രോംസ്. അത് ആ കൊടുങ്കാറ്റുകളുടെ മധ്യത്തിൽ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, ആ സാഹചര്യത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ കർത്താവ് അതിൽ കൂടെ ഒരു മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. അങ്ങനെ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ എൻ്റെ ആ ടെസ്റ്റിമണിക്ക്, എൻ്റെ ബിഗ് ടെസ്റ്റിമണിയിൽ ഒരു സ്മോൾ പാർട്ടാണ് പറഞ്ഞത്. ആ ടെസ്റ്റിമണി കൂടെ എനിക്ക് ഇത്രയും മാത്രം നിങ്ങളോട് ഇന്ന് ഈ സമയം പറയാനുള്ളത്. ഹല്ലേലൂയ, മോർ ദാൻ എനിവൺ എൽസ് ഗോഡ് നീഡ്സ് യു. ആരിലുപരിയായി ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. ഓക്കെ, അങ്ങനെ കർത്താവിൻ്റെ കൃപയാൽ നിന്ന് കുഴപ്പമില്ലാതെ പോകുന്നു. ദൈവം സഹായിക്കുന്നു. എനിക്കൊരു കാര്യം നല്ല കോൺഫിഡൻസ് ഉണ്ട്, ദൈവത്തിൻ്റെ ഉദ്ദേശം നിവർത്തിയാകുന്നിടം വരെ നമ്മളെ ഈ പുലർത്തുവാൻ, നമ്മളെ നിലനിർത്തുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. ഇനിയും ഞാൻ എൻ്റെ സ്വിച്ച് ചെയ്യുവാണ്, കാരണം വചനം ശുശ്രൂഷ അത് വളരെ ആവശ്യമാണല്ലോ. ദാറ്റ് ഈസ് വൈ ഐ ഹവ് ബീൻ കോൾഡ്. നമ്മൾ എന്തിനാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത്? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ ഒത്തിരി കേൾക്കുന്നതാണ്, എനിക്കറിയത്തില്ല നിങ്ങളെപ്പറ്റി. പക്ഷെ ഇന്ന് ഞാൻ പലയിടത്തും യാത്ര ചെയ്യുമ്പോൾ ആൾക്കാരെല്ലാം ഓവർഫെഡ് ആണ്, കേട്ട് മടുത്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഒത്തിരി ഈ പണ്ടാണ്ട് പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾ ഈ ഐസ്ക്രീം കഴിക്കാൻ, പണ്ട് ഈ ചിലത്തെ കുഞ്ഞുങ്ങൾക്ക് ഐസ്ക്രീം കഴിക്കുന്ന വലിയ താല്പര്യമാണ്. പക്ഷെ അവർക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ട പോലെ കിട്ടത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ പോലുള്ള ഒരു സിറ്റുവേഷനാണ് ഇന്ന് വന്നിരിക്കുന്നത്. കാരണം നമ്മുടെ ഫേവററ്റ് പ്രീച്ചേഴ്സ്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരുടെ എത്ര വേണേലും മെസ്സേജുകൾ ഇങ്ങനെ യൂട്യൂബിൽ ഓൺലൈനിൽ ഇങ്ങനെ കിടക്കുക, നമുക്കത് കേട്ട് പോവാം. ഞാൻ ചിലപ്പം പറയാറുണ്ട്, ബാലൻസ് ഡയറ്റ് വേണം, അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ ഔട്ട് ഓഫ് ഷേപ്പ് ആയി പോകും. ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിച്ചില്ലെങ്കിൽ, എപ്പോഴും നമുക്ക് താല്പര്യമുള്ളത് മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ സ്പിരിച്വൽ ഫിറ്റ്നസിനെ അത് ബാധിക്കും എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. നിങ്ങൾ കർത്താവ് സഹായം. അപ്പം ഞാൻ പറഞ്ഞ ഉദ്ദേശം, നമ്മൾ എന്തിനാണ് ദൈവത്തിന്റെ വചനം, എന്തുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്? ഇന്ന് രാത്രി അല്ലെങ്കിൽ നിങ്ങളുടെ രാത്രിയിൽ ഈ വചനം സംസാരിക്കുവാൻ ഞാൻ എൻ്റെ സമയം എടുത്ത് നിൽക്കുമ്പോൾ എൻ്റെ റെഫറൻസ് പോയിന്റ് വേറെ ഒന്നുമല്ല, ഒറ്റ കാര്യമേ ഉള്ളൂ. എൻ്റെ യേശു കർത്താവ് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടന്നു വന്ന് ശിഷ്യന്മാർക്ക്
ആ ഗ്രേറ്റ് കമ്മീഷൻ കൊടുക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ലോകമെമ്പാടും പോയി യു ഹാവ് ടു പ്രീച്ച് ദ ഗോസ്പൽ, മേക്ക് ഡിസൈപ്പിൾസ്, ബാപ്റ്റൈസ് ദം. അവിടെ കൊണ്ട് തീരുന്നില്ല, പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ടീച്ച് ദം ടു ഒബേ എവറിത്തിങ് ഐ ഹാവ് കമാൻഡഡ് യു. ഞാൻ നിങ്ങളെ കൽപ്പിച്ചത് സകലതും പ്രമാണിക്കാൻ അവരെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. അപ്പോൾ ഒരു ദൈവസഭ, ഒരു ദൈവമക്കളുടെ ലൈഫിൽ വേർഡിന്റെ മിനിസ്ട്രിയെ പറ്റിയുള്ള ഉദ്ദേശം എന്താന്ന് ചോദിച്ചാൽ, നമ്മളെ അല്പം കൂടെ അറിവ് കൂട്ടാൻ വേണ്ടി അല്ല. നമുക്ക് അല്പം അറിവ് കൂടുന്നത് അബദ്ധമാ. തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം, റൈറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെരി കെയർഫുള്ളി. കാരണം കൂടുതൽ അറിയുന്നവന് കൂടുതൽ ന്യായവിധിയാ, പഠിപ്പിക്കുന്നവന് കൂടുതൽ ന്യായവിധിയാ. നിങ്ങളോട് ഇപ്പൊ ഞാനിവിടെ മാന്യമായിട്ട് നിന്ന് പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നു. ഐ ഹാവ് ടു ബി മോർ ആൻസറബിൾ. അതുകൊണ്ട് കൂടുതൽ അറിവ് പ്രാപിക്കുന്ന വേണ്ടി അല്ല കർത്താവ് നമുക്ക് ദൈവത്തിന്റെ വചനം തരുന്നത്. അത് കൂടുതൽ ദൈവത്തെ അനുസരിക്കുവാനും ദൈവത്തിന്റെ പ്രമാണങ്ങളെ മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ വേണ്ടിയാണല്ലോ കർത്താവ് നമുക്ക്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റ് നമ്മുടെ മനസ്സിൽ എപ്പോഴും വെക്കണം. അപ്പൊ ഞാൻ കർത്താവിന്റെ ദാസനോട് ഒരു പെർമിഷൻ ചോദിച്ചായിരുന്നു. കർത്താവിന്റെ ദാസൻ ആ പെർമിഷൻ എനിക്ക് തരികയും ചെയ്തു. വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഇതൊരു സ്വല്പം വ്യത്യാസമായിട്ട് തോന്നിയാലും ഞാൻ ആ ആത്മാവിന്റെ അന്തരീക്ഷം തന്നെ നിലനിർത്തിക്കൊണ്ട് പോകാം. കാരണം എൻ്റെ ഉദ്ദേശം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, ഞാൻ ഈ പറയാൻ കർത്താവ് എന്നെ ഏൽപ്പിച്ച അല്ലെങ്കിൽ നിയോഗം തന്ന വിഷയങ്ങൾ നമ്മുടെ ഉള്ളിൽ നമ്മളൊന്ന് ഗ്രഹിക്കണം എന്നുള്ള ഒരു സ്വല്പം നിർബന്ധം എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് ഞാൻ ആ ഒരു രീതിയിലാണ് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ചില കാര്യങ്ങൾ മാത്രം ഇന്ന് രാത്രിയിൽ ഈ സമയം ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, തിങ്ക് സെൻസിബിളി, വിവേകത്തോടെ ചിന്തിക്കുക, ടു ഫുൾഫിൽ ഗോഡ്സ് പർപ്പസ്. ദൈവത്തിന്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാക്കാൻ വേണ്ടി തിങ്ക് സെൻസിബിളി. അത് എങ്ങനെയാണ്? അത് നമുക്കൊരു ബൈബിൾ എല്ലാവരും തുറക്കണം. ഞാൻ ബൈബിളിന്റെ വാക്യം കാണിക്കാം, പക്ഷെ നിങ്ങൾ ബൈബിള് തുറന്ന് നിങ്ങൾ വരണം. കാരണം നമുക്ക് ഒരുമിച്ച് റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം, റോമൻസ് ചാപ്റ്റർ 12 വേഴ്സസ് 3, ദാറ്റ് ഈസ് വാട്ട് ആ വാക്യം വെച്ചാണ് ഞാൻ എൻ്റെ അടിസ്ഥാനമായിട്ടുള്ള അല്ലെങ്കിൽ കോർ വേഴ്സ് ആയിട്ട് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. 3 വെർഷൻസിൽ നിന്ന് ഞാൻ സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെയൊക്കെ ബൈബിൾ എടുത്ത് നിങ്ങൾ വായിക്കണം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ബിക്കോസ് ഓഫ് ദ പ്രിവിലേജ് ആൻഡ് അതോറിറ്റി ഗോഡ് ഹാസ് ഗിവൺ മീ, ഐ ഗീവ് ഈച്ച് ഓഫ് യു ദിസ് വാർണിംഗ്. Don't think you are better than you really are. Be honest in your evaluation of yourself, measuring yourself by the faith God has given us. അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ബൈബിൾ ഇങ്ങനെ പറയുന്നു, for by the grace given to me I tell everyone among you not to think of himself more highly than he should think. Instead think sensibly as God has distributed a message of faith to each one. ഭാവിക്കേണ്ടതിനും മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകുവണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. എനിക്ക് മലയാളത്തിന് ഒരു ട്രബിൾ ഉണ്ട്. പാസ്റ്ററെ പോലെ തന്നെ ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് എൻ്റെ വളർന്നത് കൊണ്ട് മലയാളം വായിക്കാമെങ്കിൽ ഇച്ചിരി ഡിഫിക്കൽട്ട് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം മാത്രം എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്, തിങ്ക് സെൻസിബിളി. ഞാൻ അതിനെ മലയാളത്തിൽ എൻ്റെ ട്രാൻസ്ലേഷനിൽ ഞാൻ പറയുന്നത് വിവേകത്തോടെ ചിന്തിക്കുക, അല്ലെങ്കിൽ സുബോധമാകുവണ്ണം ചിന്തിക്കുക, തിങ്ക് സെൻസിബിളി. ഈ ഒരു വാക്യം എടുത്ത് ഞാൻ ഇങ്ങനെ ഇന്നേ വരെ ഷെയർ ചെയ്തില്ല. അപ്പൊ ഞാൻ കർത്താവിന്റെ ദാസൻ സംസാരിച്ചു കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു വാക്യത്തിൽ വന്നപ്പോൾ ഈ ഒരു വേർഡിൽ കയറി ഞാൻ അങ്ങ് നിന്നുപോയി, സ്റ്റക്കായി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ മനസ്സിൽ നല്ല ബോധ്യമുണ്ട്, കർത്താവ് എന്താണ് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കർത്താവ് ചെയ്യും. അപ്പോൾ റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഒത്തിരി പ്രാവശ്യം ഒത്തിരി വട്ടം ഞാൻ ഉൾപ്പെടെ പ്രസംഗിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണ്. റോമാലേഖനം 12-1-2. അതായത് അതിന്റെ 1-ാം വാക്യവും 2-ാം വാക്യവും ഒക്കെ നമുക്കറിയാം. 2-ാം വാക്യത്തിൽ ഇങ്ങനെയല്ലേ പറയുന്നത്, ടു അണ്ടർസ്റ്റാൻഡ് ദ ഗുഡ്, പ്ലീസിങ് ആൻഡ് ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് ബി ട്രാൻസ്ഫോം ബൈ ദ റിന്യൂയിങ് ഓഫ് യുവർ മൈൻഡ്. അപ്പോൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അപ്പോൾ ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷനെ പറ്റി പറയുന്നുണ്ട്, മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഫോർ ബൈ ദ ഗ്രേസ് വിച്ച് ഗോഡ് ഹാസ് ഗിവൺ മീ, ഞാൻ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇതിൽ സിമ്പിളായിട്ട് അങ്ങ് പറയുകയാണ്, ഈ സെയിങ് ദാറ്റ് ഞാൻ എല്ലാവരോടും പറയുന്നത് ഇങ്ങനെ, ഡോണ്ട് തിങ്ക് ഹൈലി. നിങ്ങൾ
നിങ്ങളെ പറ്റി ഒരു ശരിയായ രീതിയിൽ വേണം ചിന്തിക്കാൻ. ഡോണ്ട് തിങ്ക് ഹൈലി. നിങ്ങൾ വലിയ ആൾക്കാരാണെന്ന് ചിന്തിക്കല്ലേ. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമ്മൾ എന്തൊക്കെ വിഷയത്തിലാണ് ഒരു സെൻസിബിൾ ആയിട്ടുള്ള തോട്ട് നമുക്ക് ആവശ്യമെന്ന് നമുക്ക് ചിന്തിക്കാം. ഞാൻ ഈ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകാം. ഒന്നാമത്, തിങ്ക് സെൻസിബിളി അബൌട്ട് അവർ കമ്മിറ്റ്മെന്റ്. നമ്മുടെ സമർപ്പണത്തെ പറ്റി നമ്മൾ ശരിയായ ഒരു ഇവാലുവേഷൻ. അപ്പൊ അതിന്റെ ആദ്യമേ ഞാൻ വായിച്ച വേർഷനിൽ അതിങ്ങനെയാണല്ലോ പറയുന്നത്, ബി ഓണസ്റ്റ് ഇൻ യുവർ ഇവാലുവേഷൻ ഓഫ് യുവർ സെൽഫ്. നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുമ്പോൾ, നമ്മളെ തന്നെ ഒന്ന് നോക്കുമ്പോൾ, ഒരു ശരിയായ രീതിയിൽ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഇന്ന് രാത്രിയിൽ ആവശ്യപ്പെടുന്നത്, നമ്മുടെ ദൈവസന്നിധിയിലുള്ള സമർപ്പണത്തെ പറ്റി നമ്മളൊക്കെ ചിന്തിക്കാം, അവർ കമ്മിറ്റ്മെന്റ്. രണ്ടാമത്, നമ്മുടെ പ്രൈവറ്റ് ലൈഫിനെ പറ്റി ഒന്ന് ചിന്തിക്കാം. പബ്ലിക് ലൈഫിനെ പറ്റിയല്ല, പ്രൈവറ്റ് ലൈഫ്, രഹസ്യ ജീവിതം. പരസ്യ ജീവിതമല്ല, രഹസ്യ ജീവിതം. കാരണം പരസ്യ ജീവിതവും രഹസ്യ ജീവിതവും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം എങ്ങനെയോ ഇന്ന് ദൈവമക്കളെന്ന് പറയുന്ന ആൾക്കാരുടെ ഇടയിൽ പോലും ഒരു തോട്ട് പ്രോസസ്സ് കയറിയിട്ടുണ്ട്. പരസ്യ ജീവിതത്തിൽ നല്ല റെപ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അത് ഓക്കെ ആണെന്നുള്ള ഒരു ചിന്ത കയറി. പക്ഷെ തിരുവചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് പരസ്യ ജീവിതത്തെക്കാട്ടിലും വളരെ ആഴമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ രഹസ്യ ജീവിതമാണ്. പരസ്യ ജീവിതം സൂക്ഷിക്കേണ്ടെന്നല്ല, രഹസ്യ ജീവിതം, നമ്മുടെ സീക്രട്ട് ലൈഫ് അല്ലെ പ്രൈവറ്റ് ലൈഫ്. ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്, ശ്രവിക്കുന്നുണ്ട്, പക്ഷെ അത്ര ആയെന്നറിയത്തില്ല. പക്ഷെ ഞാൻ നിങ്ങൾ ഒരു വേർഡ് ഓഫ് എൻകറേജ്മെന്റ്, എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാം. പരസ്യ ജീവിതത്തിൽ നിങ്ങളെ പറ്റിയുള്ള റെപ്യൂട്ടേഷനെക്കാട്ടിലും കുറെ നല്ല റെപ്യൂട്ടേഷൻ നിങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കാരണം അത് ദൈവസന്നിധിയിലാണ്. പബ്ലിക് ലൈഫിനെ പറ്റിയുള്ള നമ്മുടെ റെപ്യൂട്ടേഷൻ, ദാറ്റ് ഈസ് ബിൽഡ് അപ്പോൺ സർട്ടൻ ആക്ടിവിറ്റീസ് വി ഡു വിച്ച് ഈസ് വിസിബിൾ ടു പീപ്പിൾ. മനുഷ്യർ കാണുന്ന രീതിയിലുള്ള നമ്മുടെ ചില പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണല്ലോ അതൊക്കെ നിൽക്കുന്നത്. പക്ഷേ രഹസ്യ ജീവിതത്തിലെ റെപ്യൂട്ടേഷൻ, അത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു, അത് ഇവാലുവേറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആൾക്കാർ നമ്മളാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത ഒരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കും, നമ്മുടെ ഒബീഡിയൻസിനെ പറ്റി നമുക്കൊന്ന് സെൻസിബിൾ ആയിട്ടൊന്ന് ചിന്തിച്ച് നമ്മളൊന്ന് ശരിയായിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ അനുസരിക്കുന്ന വിഷയത്തെ പറ്റി. അനുസരണം എന്ന് പറയുന്നത് തന്നെ ബൈബിളിലെ വലിയൊരു വിഷയമാണ്. മുമ്പേ പറഞ്ഞു, മത്തായി സുവിശേഷത്തിലെ കർത്താവ് പറഞ്ഞു, ടീച്ച് ദം ടു ഒബേ. ഇവരൊക്കെ പ്രമാണിക്കാൻ വേണ്ടി അവരെ പഠിപ്പിക്കാൻ പറഞ്ഞു. പിന്നെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിക്കും. അല്ല, അപ്പൊ അതിന്റെ ചുരുക്കം പറഞ്ഞാൽ, കൽപ്പന അനുസരിക്കുന്നില്ലെങ്കിൽ, കർത്താവിനെ അനുസരിക്കുന്നില്ല, എൻ്റെ അർത്ഥം നമ്മുടെ അകത്ത് സ്നേഹമൊന്നുമില്ല. പിന്നെ നമ്മൾ യേശുവേ നിന്റെ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് പാടിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. റിയാലിറ്റി എന്താന്ന് ചോദിച്ചാൽ, പാട്ടിലല്ല, നമ്മുടെ പ്രവൃത്തിയിലാണ് അത് വെളിപ്പെട്ട് വരേണ്ടത്. അപ്പൊ നമ്മുടെ ഒബീഡിയൻസ്, നമ്മുടെ വാല്യൂസ്, നമ്മൾ എന്തിനൊക്കെയാ വാല്യൂ കൊടുക്കുന്നത് നമ്മുടെ ലൈഫിൽ. കാരണം വാല്യൂ ഷിഫ്റ്റിങ്ങിന്റെ ഒരു കാലഘട്ടമാണ്. പിശാചിന്റെ ശ്രമം എപ്പോഴും, ഞാൻ അതിനെ ഇങ്ങനെ പറയുന്നത് ഒരു വേറെ ഒരു വിഷയം തന്നെയാണെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പറയാം. പിശാചിന്റെ ശ്രമം എന്താണെന്നറിയാമോ? എപ്പോഴും 5 രൂപ ഉള്ളതിനെ 50 രൂപ ആക്കി കാണിക്കുക, 50 വില ഉള്ളതാണെങ്കിൽ 50 വില ഉള്ളതിനെ ഷോ ഇറ്റ് as 5 എന്ന് പറഞ്ഞാൽ, when it comes to spiritual life and spiritual matters, mislead us so that നമുക്ക് ശരിക്കുള്ള വാല്യൂ അറിയത്തില്ല. പക്ഷെ നമ്മുടെ ലൈഫിന് വാല്യൂ, നമ്മുടെ കൺവിക്ഷൻസ് എവിടെയാണ്, വേർ ആർ അവർ കൺവിക്ഷൻസ്, അതിനെ ഒന്ന് വാല്യുവേറ്റ് ചെയ്യണം. നമ്മുടെ ദർശനം, അവർ വിഷൻ, അവർ മിഷൻ, നമ്മുടെ മിഷൻ എവിടെയാണ്, അതിനെപ്പറ്റി കർത്താവ് സമയം ഉണ്ടെങ്കിൽ ഞാൻ അവസാനം അതിനെപ്പറ്റി ഒന്ന് പറയാം. പിന്നെ ഓഫ് കോഴ്സ് അവർ പ്രൈവറ്റ് ലൈഫ്, പബ്ലിക് ലൈഫ്, അത് എനിക്കൊന്നൊരു മിസ്റ്റേക്ക് അവിടെ ഉണ്ട്. പക്ഷെ പബ്ലിക് ലൈഫിനെ പറ്റി നമുക്കൊരു ഇവാലുവേഷൻ. കാരണം ഇന്ന് ആസ് പോസ്റ്റ് മോഡേൺ ജനറേഷൻ വന്നപ്പോൾ ഈ പബ്ലിക് ലൈഫിനെ പറ്റി ഇപ്പം വലിയ വിചാരമില്ല ആൾക്കാർക്ക്. ആരാ, നോബഡി കെയർസ്, ഹൂ കെയർസ് എന്നൊക്കെയാ പലപ്പോഴും ദൈവമക്കളും പറയുന്നത്. ഇപ്പം ഓക്കെ, ഞാൻ അങ്ങനെ ആണെങ്കിൽ നീ ചിന്തിക്കുന്നെങ്കിൽ നീ ചിന്തിച്ചു, ദാറ്റ് ഈസ് യുവർ പ്രോബ്ലം, നോട്ട് മൈ പ്രോബ്ലം. ഇപ്പൊ എനിക്ക് റെപ്യൂട്ടേഷൻ ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ല. പക്ഷെ ബൈബിൾ വളരെ നന്നായിട്ട് പറയുന്നുണ്ട്, വി നീഡ് ടു ഹാവ് എ ഗുഡ് ടെസ്റ്റിമണി. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ലെറ്റ് മീ ബ്രിങ് വൺ മോർ തിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു. അപ്പൊ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. 5 types ഓഫ് പീപ്പിൾ. ഞാൻ എൻ്റെ ഒരു മെഡിറ്റേഷൻ അല്ല എൻ്റെ ഒരു ഇവാലുവേഷനിൽ ഞാൻ മനസ്സിലാക്കിയത്, ഇന്ന് ആത്മീയ ഗോളത്തിൽ ഏകദേശം 5 രീതിയിലുള്ള ചിന്തിക്കുന്നവരുണ്ട്. ഒന്ന്, സം പീപ്പിൾ തിങ്ക് മോർ ദാൻ ദ റിയാലിറ്റി. അപ്പം ഉള്ളതിനെക്കാട്ടിലും വലുതായിട്ട് ചിന്തിക്കുന്നവരുണ്ട്. അവിടെയാണ് സെൽഫ് പ്രൊമോഷൻ വരുന്നത്. അവിടാണ് ആവശ്യമില്ലാത്ത കാര്യത്തിന്റെ മേലെ അടിയിടുന്നത് വിഷയങ്ങൾ വരുന്നത്. അപ്പം നമ്മൾ എന്താണ് അതിനെക്കാട്ടിലും വലുതായിട്ട് നമ്മൾ ചിന്തിക്കുന്നു. അപ്പം
അതിന്റെ ഒരു കാരണം ചിലപ്പോൾ മനുഷ്യർ തന്നെ ആയിരിക്കാം, റൈറ്റ്? ഞാൻ ലീഡർഷിപ്പ് റോളിലൊക്കെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതെന്ത് ഡിഫിക്കൽട്ടാണ്. കാരണം നമ്മുടെ വെറുതെ നിന്ന് സ്ക്രൂ കയറ്റാൻ ആൾക്കാർ വരും. ഓക്കെ, അപ്പം നമ്മളും അതിന്റെ പുറകെ പോയാൽ ആകെപ്പാടെ എല്ലാം നമ്മുടെ ആത്മീയം പോകും. ബട്ട് വി ഹാവ് ടു റിയലി തിങ്ക്, ആർ വി ഡൂയിങ് സംതിങ് വിച്ച് ഈസ് ആക്ച്വലി വിത്തിൻ ദ, കാരണം പൗലോസ് അവിടെ പറയുന്നുണ്ടല്ലോ, തിങ്ക് സെൻസിബിളി, അല്ലെങ്കിൽ ഉള്ളതുപോലെ ചിന്തിക്കുക. നിങ്ങൾ അത് കൂടി ഒരു ഭാവം വേണ്ട. അപ്പൊ അതിനകത്ത് സെൽഫ് പ്രൊമോഷൻ വളരെ അത്യാവശ്യമാണ്. അപ്പൊ ചിലർക്കൊക്കെ ഈ പോസ്റ്ററിൽ ഫോട്ടോ വന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവർ അതിനുവേണ്ടി വഴക്കുണ്ടാക്കും. ചിലർക്ക് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ അതിനെപ്പറ്റി പണ്ടൊരു ദിവസം പറഞ്ഞ പോലെ ഒരാൾ വന്ന് വഴക്കുണ്ടാക്കി, കൺവെൻഷനിലാണെങ്കിൽ പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയില്ല എന്നും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. അപ്പൊ ഇപ്പോഴല്ലല്ലോ പ്രാർത്ഥിക്കേണ്ടത്, അത് നേരത്തെ ആൾക്കാരും ക്രൗഡും എല്ലാം ഉള്ളപ്പോഴല്ലായിരുന്നു പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ അതൊക്കെ നമ്മളൊരു വിമർശന രീതി ചിന്തിക്കുന്നെങ്കിലും പലപ്പോഴും നമ്മുടെയും പ്രവർത്തികൾ അതിനോടൊക്കെ സാമ്യമായതുള്ളതാണ്. ബട്ട് മെനി ടൈംസ് അവർ ആറ്റിറ്റ്യൂഡ്സ് ആർ ലൈക്ക് ദാറ്റ്. അപ്പൊ നമ്മൾ പെറ്റി ഇഷ്യൂസിന്റെ മണ്ടയിൽ, ബിക്കോസ് വി തിങ്ക് വി ആർ ബിയോണ്ട് സംതിങ്. പണ്ടൊരാൾ പറയുന്നത് കേട്ടു, ഞാനും അവനും തമ്മിൽ എന്താ വ്യത്യാസം? ഭയങ്കര വ്യത്യാസമാണ്. പക്ഷെ ആ പുള്ളിക്ക് തോന്നുന്നത് പുള്ളി മറ്റേ പുള്ളിയെക്കാട്ടിലും വലിയ ആളാന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് അനദർ പ്രോബ്ലം. സോ ഫസ്റ്റ് തിങ്ക് മോർ ദാൻ റിയാലിറ്റി. യാഥാർത്ഥ്യത്തെക്കാട്ടിലും മുകളിൽ ചിന്തിക്കുന്ന സ്വഭാവമുണ്ട്. രണ്ട്, ഫോൾസ് ഹ്യൂമിലിറ്റി. ഫോൾസ് ഹ്യൂമിലിറ്റി എന്താണ്? പുറത്തൊന്ന് പറയും, അകത്ത് വേറെ ഒന്നാ ചിന്തിക്കുന്നത്. പുറത്ത് പറയും, പാസ്റ്ററെ എനിക്ക് അവസരങ്ങളൊന്നും തരല്ലേ, നമ്മുടെ മറ്റു ആൾക്കാരാണല്ലോ വളർന്നു വരേണ്ടത്, പുതുതായിട്ട് വന്നവരെയൊക്കെ പാസ്റ്റർ കൈപിടിച്ച് പൊറക്കിക്കൊണ്ട് വരണമെന്നൊക്കെ പറയും. പക്ഷെ എന്നിട്ട് പുറകിൽ പോയി പറയും, പണ്ടത്തെ പോലെ പാസ്റ്റർ എനിക്കിപ്പോൾ അവസരങ്ങളൊന്നും തരുന്നില്ല, പണ്ടാണെങ്കിൽ ആരും ഇല്ലാഞ്ഞപ്പോൾ ഞാനേ ഉള്ളായിരുന്നു, ഇപ്പൊ കണ്ടില്ലേ പുതിയ ആൾക്കാരൊക്കെ വന്നപ്പോഴത്തേക്കിന് പാസ്റ്ററുടെ മട്ടും ഭാവവും ഒക്കെ മാറിയില്ലേ. അപ്പം ഫോൾസ് ഹ്യൂമിലിറ്റി എന്താണ്? പബ്ലിക്കലി അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ പറയും, പക്ഷേ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആഗ്രഹം വേറെ ഒന്നാണ്, റൈറ്റ്? ദാറ്റ് ഈസ് അനദർ പ്രോബ്ലം. പിന്നെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, പീപ്പിൾ ആർ ഫോക്കസ്ഡ് ഓൺ ദ പാസ്റ്റ് അക്കോംപ്ലിഷ്മെന്റ്സ് ആൻഡ് ഹിസ്റ്ററി. ചരിത്രത്തിലാണ് അവർ മുഴുവൻ അവരുടെ കാര്യം കിടക്കുന്നത്. ഞാൻ ദുബായിലായിരുന്നപ്പോൾ ഇങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ നാട്ടിലായിരുന്നപ്പോൾ ഇങ്ങനെ, അല്ലെ? അത് ചിലർ അത്രയെങ്കിലും പറയാനുണ്ട്, ചിലർക്ക് അതും പറയാനില്ല. ചിലർ പറയുന്നത് ഞാൻ എൻ്റെ അപ്പച്ചൻ, പിന്നെ ചിലർക്ക് അപ്പച്ചൻ്റെ ഫാദറിന്റെ കാര്യം പറയാം, അല്ലെങ്കിൽ എൻ്റെ അപ്പനും അമ്മയുടെ കാര്യം. ചിലർക്ക് അതുപോലും പറയാനില്ല. ചിലർ പറയുന്നത് ഞങ്ങളുടെ വല്യപ്പച്ചൻ, റൈറ്റ്? അപ്പം അവരെപ്പോഴും ആ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ചരിത്രം നല്ലതാണ്, ചരിത്രം വെരി ഗുഡ്, പക്ഷേ ഇന്നെന്താണെന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു ചിന്ത. പലപ്പോഴും പലരും പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാറുണ്ട്, 25 വർഷം മുമ്പ് അല്ലെങ്കിൽ മോർ ദാൻ ദാറ്റ്, അല്ലെങ്കിൽ 20 വർഷം മുമ്പ് ഞാൻ ദൈവത്തെ അറിഞ്ഞതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തെ ഇന്ന് അറിയുന്നു, അതിനെക്കാട്ടിലും കുറച്ചുകൂടെ കർത്താവിനോട് അടുത്ത് ജീവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ കാരണക്കാരൻ ആരാണ്? ദൈവമാണോ? ദൈവം മാറ്റി. കാരണം ബൈബിൾ ക്ലിയർ ആയിട്ട് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. കർത്താവിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ മാറ്റം ആർക്കാ സംഭവിച്ചത്? അപ്പൊ ചിലർ പറയാറുണ്ട്, അയ്യോ ഇവിടെ ആരാധന ശരിയാകുന്നില്ല, പ്രാർത്ഥന ശരിയാകുന്നില്ല, അത് ശരിയാകുന്നില്ല, ഇത് ശരിയാകുന്നില്ല. ഞാൻ കാണിച്ചിട്ട്, കർത്താവിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചു? കർത്താവിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ മാറ്റം ആർക്കാ സംഭവിച്ചത്? നമുക്കാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ സാഹചര്യങ്ങൾ മാറിയപ്പോൾ നമ്മുടേതായ രീതികൾക്ക് മാറ്റം വന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ ഫോക്കസ്ഡ് ഓൺ ദ പാസ്റ്റ് ഹിസ്റ്ററി. എന്തോ പറഞ്ഞാലും ചരിത്രം. ചിലരുണ്ട്, അവർക്ക് ചരിത്രം മാത്രമേ പറയാനുള്ളൂ, എപ്പോഴും ചരിത്രം. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ ചരിത്രം പറഞ്ഞ് സന്തോഷിക്കേണ്ടവരല്ല, ചരിത്രം കർത്താവിന് വേണ്ടി സൃഷ്ടിക്കേണ്ടവരാ. വി ഷുഡ് നോട്ട് ബി ജസ്റ്റ് തിങ്കിങ് അബൌട്ട് ഹിസ്റ്ററി ആൻഡ് ബീയിങ് പ്രൗഡ് അബൌട്ട് ഇറ്റ്, ബട്ട് വി ആർ കോൾഡ് ടു ക്രിയേറ്റ് ഹിസ്റ്ററി. ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ആ ഒരു ബോധ്യം നമ്മുടെ അകത്ത് ഉണ്ടാകണം. പിന്നെ വേറൊരു ഗ്രൂപ്പ് ഉണ്ട്, അവർ പിന്നെ സെൽഫ് പിറ്റി ആൻഡ് ഗിൽറ്റ് ഡ്രിവൺ ആണ്. അത് ഞാൻ അവരെ ബ്ലെയിം ചെയ്യുന്നില്ല, ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അവരെപ്പോഴും എന്തോ ചിന്തിച്ചാലും അവരുടെ അകത്ത് ഒരു കുറ്റബോധവും അവരെ കൊണ്ടൊന്നും നടക്കത്തില്ല എന്നുള്ള ഒരു ചിന്തയുള്ള ആൾക്കാരുണ്ട്. ദെൻ ഫൈനലി ഐ ഓൾസോ വാണ്ട് ടു സേ ദാറ്റ് ദെയർ ആർ സം പീപ്പിൾ ഹു ഹാവ് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ്. അപ്പം റൈറ്റ് ആറ്റിറ്റ്യൂഡിൽ പോകുന്നവരും ഉണ്ട്. ഓക്കെ, ഞാൻ ഇനി ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുക്കലൊന്ന് സംസാരിച്ചിട്ട് ബാക്കി ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ മടങ്ങി വരട്ടെ. അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മൾ എവിടെയാണെന്ന് നമ്മളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കിക്കേ. നമ്മൾ ഉള്ളതിൽ കൂടുതൽ ചിന്തിക്കുന്നവരാണോ, അതോ ഫോൾസ് ഹ്യൂമിലിറ്റി ഉള്ളവരാണോ, പണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണോ, അതുപോലെ സെൽഫ് പിറ്റിയും ഗിൽറ്റ് ഡ്രിവൺ ആണോ, അതോ നമ്മൾ ശരിക്കും ഉള്ളതുപോലെ ചിന്തിക്കുന്നവരാണോ? കാരണം അത് നമ്മുടെ
നമുക്ക് മാത്രമല്ല നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻസിനെ കൂടെ ബാധിക്കുന്ന വിഷയമാണ്. ദിസ് ഈസ് സംതിങ് വിച്ച് വിൽ ഇമ്പാക്ട് ദ ഫ്യൂച്ചർ ജനറേഷൻസ്. അപ്പം നമുക്കൊരു രൂപാന്തരം ആവശ്യമാണ്. വി നീഡ് എ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണമെങ്കിൽ വി നീഡ് ടു അൺലേൺ ലോട്ട് ഓഫ് തിങ്സ് വി ഓൾറെഡി ലേൺഡ്. ഞാൻ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. പഠിച്ച ചിലതൊക്കെ നമുക്ക് അൺലേൺ ചെയ്യേണ്ടി വരും. അതിന്റെ മലയാളം പാടുന്നതെന്ന് എനിക്കറിയത്തില്ല. അതൊന്ന് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് അത് പുറത്തിറക്കേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് ശരിക്കും ദൈവവചനത്തോടൊന്ന് അലൈൻഡ് ആകാൻ പറ്റത്തുള്ളൂ. ചിലപ്പം പലരും ഈ പഴയ കാര്യങ്ങളും ചിന്തകളും ഒക്കെ നമ്മുടെ അലക്കത്ത് കയറി എവിടുന്ന് പഠിച്ചതെന്ന് അറിയത്തില്ല, അതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ അയർലൻഡിലാണല്ലോ മജോറിറ്റി ഓഫ് ദ ആൾക്കാർ, അല്ലെ UK, അല്ലെ യൂറോപ്പിലാണ്, ഞാൻ US. ഇവിടെ വന്ന് നമ്മൾക്ക് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു. പക്ഷെ ഇപ്പോഴും ചില ശരിക്കും മാറേണ്ട സംഗതിക്ക് മാറ്റം വന്നിട്ടില്ല. നമ്മുടെ ഇടുങ്ങിയ ചിന്താഗതിക്ക് ചിലപ്പോഴും മാറ്റം വരുന്നില്ല. അപ്പൊ നിങ്ങളാരും തെറ്റിദ്ധരിക്കല്ലേ. ഞാൻ ഈ ഇതിന്റെ ഒരു കൺക്ലൂഷനിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തോ ഈ പറഞ്ഞു വരുന്നതെന്ന്. അപ്പൊ വി നീഡ് ട്രാൻസ്ഫോർമേഷൻ. നമുക്കൊരു രൂപാന്തരം ആവശ്യമാണ്. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ റീസെന്റ് എൻ്റെ ഒരു ഫ്രണ്ട്, അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം നാട്ടിൽ പോയി. അദ്ദേഹം 4-ാം ദിവസമാണ് കൺവെൻഷൻ പ്രസംഗിക്കേണ്ടത്. അപ്പൊ 4-ാം ദിവസമാണ് കൺവെൻഷൻ പ്രസംഗിക്കേണ്ടത്. 3 ദിവസവും പ്രസംഗിച്ചവരെല്ലാം പ്രഗത്ഭന്മാരായ അല്ലെങ്കിൽ നല്ല ഫേമസ് ആയിട്ടുള്ള ദേവദാസന്മാർ. അപ്പൊ 3-ാം ദിവസം പ്രസംഗിച്ച അന്ന് ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഫ്രീ ആയിരുന്നു. അദ്ദേഹം അന്ന് അവിടെ ചെന്ന് ആദ്യമേ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ ചെന്ന് മീറ്റിംഗിൽ അങ്ങ് സ്റ്റേജിലൊന്നും അല്ല, അങ്ങ് ബാക്കിലിരിക്കുക. പിറ്റേ ദിവസം അദ്ദേഹം മെയിൻ പ്രാസംഗികൻ. അദ്ദേഹം ബാക്കിൽ പോയിരുന്നു. അദ്ദേഹത്തെ പെട്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു ആള് വന്ന് പെട്ടെന്ന് സൈഡിലോട്ട് മാറ്റി. എന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ എന്തുവായി കാണിക്കുന്നേ? പുള്ളി വെച്ച് എന്താ പറ്റി? പാസ്റ്റർ നാളത്തെ പ്രാസംഗികൻ. അതെ. അപ്പൊ പാസ്റ്റർ നാളത്തെ പ്രാസംഗികനാണെങ്കിൽ പാസ്റ്റർ ഇവിടെ വന്ന് ബാക്കിൽ ഇരിക്കാൻ പാടില്ല. പുള്ളി വെച്ച് ഞാൻ പിന്നെ എന്തോ ചെയ്യണം? പാസ്റ്ററെ 5 മിനിറ്റ്, പാസ്റ്റർ പ്രസംഗത്തിന്റെ 5 മിനിറ്റ് മുമ്പേ പാസ്റ്റർ എന്ത് ചെയ്യുള്ളൂ? ഇവിടെ വരാവുള്ളൂ. പാസ്റ്റർ വണ്ടി വേണേ അവിടെ മാറ്റിയിടുവോ എന്തോന്ന് വെച്ചാൽ ചെയ്തു. സ്റ്റേ സംവെയർ എൽസ്, ബട്ട് ഡോണ്ട് കം ടു ദ മീറ്റിംഗ്. കാരണം അപ്പൊ പുള്ളി ചോദിച്ചു, അതെന്താ അങ്ങനെ പറയുന്നത്? നേരം പുള്ളി പറഞ്ഞു, ഇത് എനിക്ക് വേണ്ടപ്പെട്ടതാ, ഞാൻ പ്രസംഗം കേൾക്കാം, ഞാനൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. അപ്പൊ അങ്ങനല്ല പാസ്റ്ററെ വില പോകും. യുവർ വാല്യൂ വില. അപ്പൊ നമ്മളൊക്കെ പലരും വില എങ്ങനെയായിരിക്കുന്നത്? ജാട കാണിക്കുന്നില്ല, വില ഇരിക്കുന്നത് നമ്മള് ഏതാണ്ടാണെന്നുള്ള ഒരു ചിന്ത. അപ്പൊ നമ്മൾ വിഷയം പറഞ്ഞ പോലെ ട്രാൻസ്ഫോർമേഷൻ ആണ്. എന്താണ് ചിന്തിക്കേണ്ടതിനെ പറ്റിയ. അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി വേണ്ടാത്ത കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൻ്റെ എന്താണ് വില പോകുന്ന വിഷയം? വില പോകുന്നത് എന്തുവാ? അപ്പൊ എനിക്ക് അതിൻ്റെ അകത്ത് ആ പുള്ളിക്കാരൻ പറയുന്നതിന്റെ ഒരു ഉദ്ദേശം മനസ്സിലായി. അത് ബൈബിളുമായിട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് അലൈൻസ് വിത്ത് ദാറ്റ്. അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അൺലേൺ ചെയ്യണം. അവിടാണ് ഈ റോമാലേഖനം 12:3 പറയുന്നത്, ഡോണ്ട് തിങ്ക് യു ആർ ബെറ്റർ ദാൻ വാട്ട് യു ആർ. നീ ശരിക്കും ഉള്ളതിൽ കൂടുതൽ നിന്നെപ്പറ്റി ചിന്തിക്കരുത്. അപ്പൊ ചിലർ പറയാറുണ്ട്, ഞാനില്ലേ അറിയാം. കേട്ടുണ്ടോ ആ സ്റ്റേറ്റ്മെന്റ് ആരെങ്കിലും? ഞാനില്ലെങ്കിൽ അറിയാം. പണ്ടൊരാൾ പറഞ്ഞു, നീ ഇല്ലെങ്കിൽ എന്തറിയാം? നീ ഇല്ലെന്നറിയാം, അല്ല വേറെ വല്ലതും അറിയാനുണ്ടോ? അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. നിങ്ങൾ എത്ര പേര് കേട്ടുണ്ടോ എന്നറിയത്തില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇനിയൊരു വിഷയം കുറച്ച് കഴിയുമ്പോൾ പറയാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുക അതിന്റെ ആ അർത്ഥം എന്താന്ന്. അപ്പോൾ വി നീഡ് ടു ഡു എ ഇവാലുവേഷൻ. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. എന്താണ് നമ്മുടെ ലൈഫില് പ്രഹസനങ്ങൾ എത്ര ഉണ്ട്, യാഥാർത്ഥ്യങ്ങളുണ്ട് എത്ര ഉണ്ട്? റൈറ്റ്, പ്രഹസനങ്ങൾ എത്ര ഉണ്ട്, യാഥാർത്ഥ്യങ്ങൾ എത്ര ഉണ്ട്? അപ്പം ഇതിനകത്ത് ഒരു കാര്യം പറയുന്നത്, ഹ്യൂമിലിറ്റിയിൽ വേണം നമ്മുടെ സെൽഫ് അസസ്മെന്റ് നടത്താൻ. ഹ്യൂമിലിറ്റി. അപ്പൊ എന്താണ് ഹ്യൂമിലിറ്റിയിൽ സെൽഫ് അസസ്മെന്റ് നടത്തുമ്പോൾ എന്താണ്? നമ്മുടെ ഹ്യൂമൻ ടെൻഡൻസി എപ്പോഴും ഒരു പ്രൈഡിലേക്ക് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ നമ്മൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും നമ്മളെ തന്നെ. അപ്പൊ അതിലേക്കല്ല, അതിനേക്കാൾ നമ്മുടെ എബിലിറ്റീസും നമ്മുടെ ഇമ്പോർട്ടൻസിനെക്കാട്ടിലും കൂടുതലായിട്ട് ഒരു ഹംബിൾ പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ താഴ്മയുള്ള ഒരു മനോഭാവം നമുക്ക് പലപ്പോഴും മറ്റുള്ളവരെ പറ്റി താണ മനോഭാവമാണ്, പക്ഷെ നമ്മളെ പറ്റി വലിയ മനോഭാവമാണ്. റൈറ്റ്, വി ഹാവ് എ വെരി ഹൈ വ്യൂ അബൌട്ട് ourselves and we have a very humble view about others. പക്ഷെ ബൈബിൾ ഈസ് കൗണ്ടർ ടു ദാറ്റ്. ബൈബിൾ പറയുന്നത് മറ്റുള്ളവരെ ശ്രേഷ്ഠമായി കാണാനാണ് പറയുന്നത്. തിങ്ക് അബൌട്ട് അതേഴ്സ് ബെറ്റർ ദാൻ യു. പക്ഷെ നമ്മൾ പലപ്പോഴും അല്ല, അതിന്റെ റിവേഴ്സ് ആയിട്ടാണ് പലപ്പോഴും ലോകത്തിന്റെ സിസ്റ്റംസ് അങ്ങനെ. അതുപോലെ തന്നെ അവിടെ പൗലോസ് പറയുന്നത് സോബർ ജഡ്ജ്മെന്റ് ഉണ്ടായിരിക്കണം നമുക്ക്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഹി സെയിങ് ദാറ്റ് ഇവാലുവേറ്റിംഗ് വൺ സെൽഫ്, നമ്മളെ തന്നെ റിയലിസ്റ്റിക് ആയിട്ടും ട്രൂത്ത്ഫുൾ ആയിട്ടും വേണം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുവാൻ. അതിനകത്ത് എക്സാജറേഷൻ പാടില്ല.
പണ്ടൊരിക്കല് ഞാൻ ഒരു നാട്ടില്, ഞാനങ്ങനെ കേരളത്തിൽ അങ്ങനെ പോകാറില്ല, അപ്പൊ കുറച്ചു പ്രാവശ്യമൊക്കെ പോയി, ഈ വർഷം പോകേണ്ട വന്നു ചില മീറ്റിങ്ങിൽ. അപ്പം ഒരു പ്രാവശ്യം പോയപ്പോൾ ഒരു ചർച്ചില് എൻ്റെ ഒരു സുഹൃത്ത്, നല്ല സുഹൃത്ത്, നല്ല ദേവദാസൻ, അദ്ദേഹം വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നാട്ടിലെ സിസ്റ്റം അങ്ങനെയാണല്ലോ. അദ്ദേഹം എന്നെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇതൊന്നും എനിക്കില്ല, അത്രയും പുള്ളി പറഞ്ഞതിന്റെ അത്രയൊന്നും ഞാനല്ല, ഒന്നുമില്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടൊരു ഓപ്ഷൻ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ എഴുന്നേറ്റ് നിന്നിട്ട് നല്ല ഇൻട്രൊഡക്ഷൻ ആയ ദൈവത്തിന് സ്വോത്രമൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ ആൾക്കാരുടെ ആ ഫേക്ക് റെപ്യൂട്ടേഷൻ എന്നെ പറ്റിയുള്ളത് മനസ്സിലായ രീതിയിൽ അങ്ങോട്ട് പോവാം. പക്ഷേ ദൈവാത്മാവ് എന്നെ അത് അനുവദിച്ചില്ല. ഞാൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, കർത്താവിന്റെ ദാസം പറഞ്ഞൊക്കെ നല്ലതാണ്, പക്ഷെ അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ പുള്ളിക്ക് തെറ്റുപറ്റിപ്പോയി, അങ്ങനെയൊന്നുമില്ല, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എൻ്റെ ലൈഫിലില്ല, പിന്നെ ചിലത് ഉണ്ട്. അപ്പം നമ്മള് എക്സാജുറേഷൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യണം നമ്മുടെ ലൈഫിൽ. അപ്പം സെൽഫ് ഡിപ്രിസിയേഷൻ അതിനകത്ത് ഒരു വിഷയമാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു അനുഭവം, പൗലോസ് ഇവിടെ പറയുന്ന ആ ഒരു അനുഭവത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ ശരിക്കും ഒരു താഴ്മ നമ്മുടെ ലൈഫിൽ വരണം. റൈറ്റ്? അപ്പൊ ഞാൻ ആരാണ് എന്നുള്ളതിനേക്കാൾ ഉപരിയായി കൃപയാൽ ദൈവം എന്നെ എന്താക്കി. റൈറ്റ്? അപ്പം ആ കൃപയുടെ ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. അപ്പം അതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിശാചിന്റെ മൈൻഡ് മാനിപ്പുലേഷൻ, ഞാൻ വേറൊരു വിഷയമാണ്, അത് ഇന്ന് എടുക്കുന്നില്ല. മൈൻഡ് മാനിപ്പുലേഷൻ എന്നും പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. അതിനകത്ത് എന്താണെന്ന് ചോദിച്ചാൽ പിശാചിന്റെ തന്ത്രമാണ്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11:3 ഇങ്ങനെ പറയും, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെയും മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോസ്റ്റൽ പോൾ ഈസ് സേയിങ്, ഐ ആം അഫ്രെയ്ഡ്. എന്താണ്? സർപ്പം ഉപായത്താൽ ഹവ്വായെ ചതിച്ചതുപോലെ. അപ്പം അതിനകത്ത് പറയുന്നത് എന്താണെന്നറിയാമോ? അതിനകത്ത് വിഷയം എന്താ? നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ മനസ്സ് എങ്ങനെയുള്ളതാണ്? നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിലുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട്, അപ്പൊ അവിടെ സിൻസിയർ ആൻഡ് പ്യൂർ ഡിവോഷൻ ടു ക്രൈസ്റ്റ് ഈസ് അറ്റ് റിസ്ക്. അത് റിസ്കിലാണ്. അപ്പൊ അങ്ങനെ ഞാൻ ഭയപ്പെടുന്നത് പൗലോസിനെ പോലുള്ള ഒരാൾക്ക് ഭയപ്പെടുന്ന കാര്യമില്ല. പുള്ളി ഭയപ്പെടുന്നത് എന്താണെന്നറിയാമോ? താൻ കർത്താവിൽ കൊണ്ടുവന്ന വ്യക്തികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിശാചിന്റെ തന്ത്രത്തിൽപ്പെട്ട് അവരുടെ സിൻസിയറും പ്യൂറുമായിട്ടുള്ള ഡിവോഷനും അവർ മാറിപ്പോകുമോ എന്നാ. ഇന്നത്തെ കാലത്ത് പൗലോസ് ലേഖനം എഴുതുകയാണെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത്, ജസ്റ്റ് മൈ തോട്ട്, നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കല്ലേ. പൗലോസ് പറയുന്നു, നിങ്ങളുടെ മൊബൈൽ ഫോണും നിങ്ങളുടെ ഇന്റർനെറ്റും എല്ലാം കൂടെ നിങ്ങളുടെ ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് അല്ലെങ്കിൽ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പ്രൈസ് ലോർഡ്. എനിക്കറിയാം ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ വലിയ ഉണർവ് വരത്തില്ല, പക്ഷെ ഇത് ഉള്ളിൽ ഇളക്കം തട്ടിയാൽ ഇതിനകത്തൂടെ വലിയൊരു മാറ്റം നമ്മുടെ ലൈഫിൽ ഉണ്ടാകും, അത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്നു. ഇപ്പം വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പം വാട്സപ്പിൽ നോക്കിയപ്പോൾ ഒരു വീഡിയോ, അകത്തെ കയറിയതാ, 2 മണിക്കൂർ പോയി കിട്ടി. പിന്നെ ഏകാഗ്രതയും ഇല്ല, നിർമ്മലതയും ഇല്ല, അതൊന്നുമില്ല, പ്യൂറും സിൻസിയറും പോയി കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മുടെ ഫിംഗർ ടിപ്പിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡേഞ്ചറിൽ നമ്മളെ തന്നെ സൂക്ഷിക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ മനസ്സിൽ ആ ഒരു രൂപാന്തരം ഉണ്ടാകണം. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. എന്നിട്ട് പൗലോസ് പറയുന്നത്, ഇനിയിപ്പം ഞാൻ എൻ്റെ തിങ്ക് സെൻസിബിളി, അപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ സെൻസിബിളി തിങ്കിക്കണം. അപ്പൊ അതിന്റെ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ പൗലോസ് ആ വിഷയം ഒന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ആ ഷിഫ്റ്റ് 4-ാം വാക്യം മുതൽ നോക്കുമ്പോൾ അവിടെ ഒരു പൗലോസ് പറയുന്നത്, മെനി ഗിഫ്റ്റ്സ് ആൻഡ് വൺ ബോഡി, ഒരു ശരീരവും പല ഗിഫ്റ്റുകളും, വരങ്ങൾ പലതാണ്, പക്ഷെ ഒരു ശരീരം, അവയവങ്ങൾ പലതാണ്. അപ്പൊ അവിടെ പറയുന്നത് വൺ ബോഡി മെനി ഗിഫ്റ്റ്സ്. അപ്പോൾ ഇത് ആരെ പറ്റി പറയുന്നതാണ്? അവിടെ പറയുന്നു, നൗ ആസ് വി ഹാവ് മെനി പാർട്സ്, ഒരു ശരീരത്തിന് പല അവയവങ്ങൾ ഉണ്ട്, പക്ഷേ ക്രിസ്തുവിന്റെ ശരീരമാണ് ദൈവത്തിന്റെ സഭ. വി ആർ മെനി പാർട്സ് ഓഫ് വൺ ബോഡി ആൻഡ് വി ഓൾ ബിലോങ് ടു ഈച്ച് അതർ. ഓക്കെ, നമ്മൾ എല്ലാം. അപ്പോൾ തന്നെ പറയുന്നു, ഇൻ ഹിസ് ഗ്രേസ് ഗോഡ് ഹാസ് ഗിവൺ us ഡിഫറെന്റ് ഗിഫ്റ്റ്സ്. പലവിധമായ കൃപകളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, വരദാനങ്ങൾ തന്നിരിക്കുന്നു. അപ്പോൾ ഇഫ് ഗോഡ് ഗിവ്സ് യു ദി എബിലിറ്റി ടു പ്രൊഫസൈ, പ്രവചിക്കാനുള്ള കൃപ നിങ്ങൾക്ക് തന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് സ്പീക്ക് തിങ്സ് വെൽ, നന്നായിട്ട് പ്രവചിക്കുക. പിന്നെ പറയുന്നുണ്ട്, ഇഫ് ഗോഡ് ഹാസ് ഗിവൺ ദി എബിലിറ്റി ടു ഗിഫ്റ്റ് ഓഫ് സെർവിങ് അതേഴ്സ്, സെർവ് വെൽ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ള കൃപയാണ് ദൈവം തന്നിരിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ നന്നായിട്ട് ചെയ്യുക. ആ വേർഡ് ഒന്നും നിങ്ങൾ മലയാളത്തിലേക്ക് ഞാൻ വായിക്കുന്നില്ല, ഇംഗ്ലീഷിൽ തന്നെ അങ്ങ് പറയാം. സെർവ് വെൽ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അത് ചെയ്യുക, അതായത് കിട്ടിയ കൃപ നന്നായിട്ട് ഉപയോഗിക്കുക. ഇഫ് ദ ഗിഫ്റ്റ് ഈസ് ടു എൻകറേജ് അതേഴ്സ്, മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കാനാണെങ്കിൽ എന്ത് പറയുന്നു? ബി എൻകറേജിങ്.
കൊടുക്കാനാണെങ്കിൽ ജനറസ്ലി കൊടുക്കുക. അപ്പൊ സ്റ്റിഞ്ചി ആയിട്ടല്ല കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ പിശുക്കിയല്ല, നന്നായിട്ട് കൊടുക്കുക. അതാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപയെങ്കിൽ. ഇഫ് ഗോഡ് ഹാസ് ഗിവൺ യു ലീഡർഷിപ്പ് എബിലിറ്റി, ഇഫ് അങ്ങനെയാണ്, അതാണെങ്കിൽ എന്ത് ചെയ്യണം? ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി സീരിയസ്ലി. അത് സീരിയസ് ആയിട്ട് എടുക്കണം. ഇന്ന് പല പ്രസ്ഥാനങ്ങളുടെയും താഴോട്ട് പോകുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ലീഡർഷിപ്പിലുള്ളവർ അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. കമ്മിറ്റി കയറാൻ ആൾക്കാരുണ്ട്, കയറിക്കഴിഞ്ഞ് പ്രവർത്തിക്കാൻ ആൾക്കാരില്ല. ആരും അത് സീരിയസ് ആയിട്ട്. ഞാൻ കനിഷ്ഠമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളെ ദൈവവും എന്തെങ്കിലും ഒരു ചുമതല ഏൽപ്പിച്ചാൽ രാവിലെ എഴുന്നേറ്റിട്ട് ഒന്നെങ്കിലും ചിന്തിക്കണം, ഇന്ന് അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എനിക്ക് പല റെസ്പോൺസിബിലിറ്റി തന്നിട്ടുണ്ട്. ഞാൻ രാവിലെ ദൈവത്തിന്റെ കൃപയാൽ എഴുന്നേൽക്കുമ്പോൾ മിക്കവാറും ദിവസം ഞാൻ എൻ്റെ ഡയറിക്കകത്ത് എഴുതും. അപ്പൊ അതിനകത്ത് എഴുതുമ്പോൾ ഞാൻ ഒരു കാര്യം നോക്കുന്നത്, ഇന്ന് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ റെസ്പോൺസിബിലിറ്റിയിൽ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു വർഷത്തിൽ 250 ദിവസം, ബാക്കി ദിവസം പൊക്കോട്ടെ, 250 ദിവസം നമ്മൾ ഒരു ചെറിയ 5-5 മിനിറ്റിന്റെ പണി ചെയ്താൽ പോലും ആ പ്രസ്ഥാനത്തിന് അല്ലെ ആ പ്രവർത്തനത്തിന് ഒത്തിരി വളർച്ച ഉണ്ടാകും. പക്ഷെ ഇന്ന് പലരും അങ്ങ് സ്റ്റാറ്റിക് ആവുക, ദേ ആർ നോട്ട് ആക്റ്റീവ്, അവരങ്ങ് പാസീവ് ആകുക. സ്ഥാനത്തിന് വേണ്ടി ചാടി വീഴും, പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ അവരെ നോക്കിയാൽ കിട്ടത്തില്ല. റൈറ്റ്? അങ്ങനെ എനിക്കറിയത്തില്ല നിങ്ങൾ അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, പക്ഷെ ഞാൻ അങ്ങനെയുള്ള പലരെയും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എനിവേ, ഞാൻ എൻ്റെ സ്ലൈഡിലേക്ക് ഒന്ന് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് ചില കാര്യങ്ങളും കൂടെ നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് വൺ ബോഡി മെനി പാർട്സ് മെനി ഗിഫ്റ്റ്സ്. അപ്പോൾ ഇതിനകത്ത് ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഗിഫ്റ്റ്സ് ഉണ്ട്, പാർട്സ് ഉണ്ട്, ഇൻവിസിബിൾ ആയിട്ടുള്ള പാർട്സ് ഉണ്ട്. മൗത്ത് ഉണ്ട്, ഫിംഗേഴ്സ് ഉണ്ട്, ലെഗ്സ് ഉണ്ട്, അതുപോലെ ടങ്, നോസ്, ഐസ്. ഞാൻ നിങ്ങളോട് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ കാലിൽ നിൽക്കുകയാണ്, എൻ്റെ ഫിംഗേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ മൗത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ ഐസ് വർക്ക് ചെയ്യുന്നുണ്ട്, ചെവി വർക്ക് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ എൻ്റെ ഇന്റേണൽ ഓർഗൻസ് എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ മീൻസ് അതിലെന്തെങ്കിലും പണി മുടക്കിയിട്ടുണ്ടെങ്കിൽ ബോഡിക്ക് എന്ത് പറ്റുന്നു? ബോഡിക്ക് ബലക്ഷയം സംഭവിക്കും. റൈറ്റ്? ഇറ്റ് ഈസ് എഫക്റ്റഡ്. അപ്പോൾ അവിടെ അതിനെപ്പറ്റിയാണ് പറയുന്നത്. ക്രിസ്തു സഭയുടെ തല, നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ സഭയുടെ ഭാഗങ്ങളാണ്. വി ആർ ഹാവിങ് ഡിഫറെന്റ് റോൾസ് ഗിവൺ ബൈ ഗാഡ്. ഇന്നിപ്പം സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, അപ്പൊ ഈ റോൾ ഉള്ളപ്പോൾ നമുക്കിന്ന് സംഭവിച്ച നമ്മുടെ ഒരു ബുദ്ധിമുട്ട് എന്താന്ന് ചോദിച്ചാൽ, നമുക്ക് പറ്റിയിരിക്കുന്ന ഒരു പ്രയാസം എന്താന്ന് ചോദിച്ചാൽ, ആരോടെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് പറയുക, നിന്നെപ്പറ്റി ദൈവത്തിന് വെളിയുണ്ട്, ദൈവത്തിന് ഉദ്ദേശമുണ്ടെങ്കിൽ സാധാരണഗതിയിൽ 3 കാര്യം മാത്രമേ ചിന്തിക്കത്തുള്ളൂ. ഒന്നെങ്കിൽ ഒരു പാസ്റ്റർ ആകണം, അല്ലെങ്കിൽ ഒരു മിഷണറി ആകണം, അല്ലെങ്കിൽ ഒരു മ്യൂസിക് മിനിസ്ട്രി. ഇപ്പൊ അത് കയറി വന്നു, നേരത്തെ അതില്ലായിരുന്നു, ഇപ്പൊ ഉണ്ട് മ്യൂസിക് മിനിസ്ട്രി. ഓക്കെ, മിഷണറി ആകുന്ന കാര്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊന്നും ഇപ്പൊ അങ്ങനെ ആൾക്കാരൊന്നും പോകാറില്ല. പിന്നെ മ്യൂസിക് മിനിസ്ട്രി ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിന് ടാലന്റ് വേണം, എന്തെങ്കിലുമൊക്കെ പാടാനും കഴിവൊക്കെ വേണമല്ലോ. പിന്നെ ആകെ പാടെ ഉള്ളതെന്ന് പറഞ്ഞാൽ പാസ്റ്റർ മിനിസ്ട്രി. എല്ലാവരും പാസ്റ്റർ. നിങ്ങൾ അതിനെ തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളാണ്, ഞാനൊരു പാസ്റ്ററാണ്, എന്നിട്ട് ഞാൻ പറയുക ഈ കാര്യം. പിന്നെ ഉള്ളത് ആകെ പാടെ. ഞാൻ ഇന്നാൾ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പ്രോഫറ്റിക് മിനിസ്ട്രി എന്ന ഒരാളോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഈ ആരുടെയും എടുക്ക പോയി ദൈവത്തിന് നിങ്ങളെപ്പറ്റി ഉദ്ദേശം ഉണ്ടെന്ന് പറയുമ്പോൾ ബാക്കി കാര്യം കൂടെ പറഞ്ഞു കൊടുക്കണം. എന്താണ് ബാക്കി കാര്യം പറഞ്ഞു കൊടുക്കേണ്ടത്? പറയണം, ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാവരും പാസ്റ്റർ ആകണമെന്നല്ല. ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവസഭയിൽ മൾട്ടിപ്പിൾ മിനിസ്ട്രീസ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ചിലരെ ദൈവം കാലാകാനായിരിക്കും വിളിച്ചിരിക്കുന്നത്, ചിലർക്ക് ദൈവം ഒരു നല്ല ഇവാഞ്ചലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റിംഗ് ആയിരിക്കും, കാരണം അവർക്ക് പുതിയ ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റും. ചിലർക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് സെർവിങ് ആയിരിക്കും. ചിലരെ കൊണ്ട് ദൈവസഭയിൽ ദൈവം ചിലരെ തന്നിട്ടുണ്ട്, അവരെന്താന്ന് ചോദിച്ചാൽ പുതിയൊരാൾ വന്നാൽ അവരോട് പോയി ഒന്ന് കണക്ട് ചെയ്യുവാൻ, അവരോട് സംസാരിക്കുവാൻ, അങ്ങനെയൊക്കെയുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കറിയാം. പക്ഷേ ഇന്നത്തെ പ്രതിസന്ധി എന്താന്ന് ചോദിച്ചാൽ, എല്ലാവരുടെയും ഉദ്ദേശം എനിക്ക് ഇന്നതാകണം, കാരണം അവിടാണ് വിസിബിലിറ്റി കിടക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി എൻ്റെ ഒരു ചിന്ത ഞാൻ പറയാം. നിങ്ങൾ അംഗീകരിക്കാമെങ്കിൽ അംഗീകരിച്ചാൽ മതി, ഇല്ലെങ്കിൽ വെറുതെ വിട്ടേരെ. ഞാൻ വിചാരിക്കുന്നത് വിസിബിളായിട്ടുള്ള ചെയ്യുന്ന പ്രവൃത്തിക്കൊന്നും പ്രതിഫലമില്ല. പ്രതിഫലം ജനറൽ കാണുമായിരിക്കും, പക്ഷെ കർത്താവ് പറഞ്ഞു രഹസ്യത്തിൽ നടക്കുന്നതിനൊക്കെ പ്രതിഫലം ഉണ്ടെന്ന് കർത്താവ് പ്രത്യേകം പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ വിസിബിളായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു,
ഇപ്പം ഞാൻ വിസിബിൾ, എല്ലാവരും കണ്ടു, അല്ലെ എല്ലാവരും എന്നെ പ്രശംസിച്ചു, എല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. അതിന് പിന്നെ പ്രതിഫലം എന്തുണ്ടെന്ന് എനിക്ക് ഷുവർ അല്ല. കാണും, കർത്താവ് തരുമായിരിക്കാം. പക്ഷേ ആരും അറിയാതെ ഞാൻ ചെയ്ത ചില പ്രവൃത്തികൾ, നിങ്ങൾ ചർച്ചിലോട്ട് കയറി ചെന്നപ്പോൾ അവിടെ നിങ്ങൾ എവിടെ കൂടുന്നതെന്ന് എനിക്കറിയത്തില്ല, ഇപ്പം സ്വന്തം ബിൽഡിംഗ് ഉണ്ടെന്ന് ചിന്തിച്ചു, അവിടെ ഒരു പേപ്പർ ചുരുട്ടി പിള്ളേരിട്ടിട്ട് പോയിരിക്കുക. സോ അപ്പം അത് കണ്ടിട്ട് നിങ്ങൾ ആ പേപ്പർ, ഇതാരെ ഇവിടെ പേപ്പർ ഇട്ട്, അപ്പം 10 പേരൊന്ന് കേട്ടു. എന്നിട്ട് നിങ്ങൾ ആ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് കൊണ്ട് ട്രാഷിലിട്ടു. അതേസമയം നിങ്ങൾ ആരും കാണാതെ, ആരും അറിയാതെ എടുത്ത് ട്രാഷിലിട്ടു, ഒരു മനുഷ്യർ പോലും കണ്ടിട്ടില്ല. ഞാൻ പറയട്ടെ, എനിക്ക് മനസ്സിലായതനുസരിച്ച് രണ്ടാമത്തേലാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം കിട്ടാൻ പോകുന്നത്. കാരണം ആദ്യത്തേത് നിങ്ങൾ ചെയ്തെങ്കിലും നിങ്ങൾ അത് കൊട്ടിഘോഷിച്ചു, യു പ്രൊക്ലെയിംഡ് ഇറ്റ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടിപ്പോയി. ഇനിയിപ്പോ ഇവിടെ പ്രതിഫലം ബാക്കി കിടക്കണ്ടേ? കാരണം ആൾക്കാരുടെ ശാബാശി കിട്ടിയല്ലോ, ആൾക്കാരെല്ലാം കൂടെ പറഞ്ഞല്ലോ വെരി ഗുഡ് പാസ്റ്റർ, വെരി ഗുഡ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഇന്റൻഷനലി ചിന്തിക്കണം. ഈ റിവാർഡിന്റെ വിഷയത്തെ പറ്റി ആരും അറിയാത്ത രഹസ്യം, ഞാൻ കൊടുക്കുന്ന വിഷയത്തെ പറ്റി ചിലപ്പം ഇങ്ങനെ പറയാറുണ്ട്. പലതും നമ്മൾ കൊടുക്കുന്നത് ആൾക്കാർ അറിയുന്ന പെർസ്പെക്റ്റീവിലുള്ളതുണ്ട്. പക്ഷേ നമ്മുടെ ലൈഫിൽ ആരും അറിയാത്ത ചില പ്രവൃത്തികൾ കണ്ടിരിക്കണം. ഇന്നിപ്പം 10 തയ്യൽ മെഷീൻ മേടിച്ച് കൊടുത്താൽ പോലും പേപ്പറിലിടും, ആഡ് വരും, 10 തയ്യൽ മെഷീൻ ഇന്ന ആള് കൊടുത്തു, അതുകൊണ്ട്. അപ്പൊ അവരുടെ പ്രതിഫലം അവിടെ തന്നെ കിട്ടിപ്പോയി, റൈറ്റ്? അപ്പം അങ്ങനല്ല. അപ്പോൾ നമ്മൾ ഈ ബിബ്ലിക്കൽ മെന്റാലിറ്റിയിൽ വരുമ്പോൾ, നമ്മുടെ മൈൻഡ് രൂപാന്തരപ്പെടുമ്പോൾ, നമ്മുടെ യേശുക്രിസ്തുവിന്റെ പഠിപ്പീരുമായിട്ട് നമുക്ക് അലൈൻമെന്റ് വേണം. മറ്റ് അലൈൻമെന്റ്സ് അല്ല, മറ്റ് നമ്മളെ പഠിപ്പിച്ച നമ്മൾ ലോകത്തിൽ കാണുന്ന അലൈൻമെന്റ് അല്ല. ഇന്നാളെ ഒരാൾ പറഞ്ഞു, ഒരു വിദ്വാൻ പറഞ്ഞു, സോറി അങ്ങനെ ഉപയോഗിക്കുന്നതിൽ തെറ്റിക്കണം, ഇപ്പം നമുക്ക് ആ സ്റ്റാൻഡേർഡിൽ വേണം നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണം. പ്രത്യേക വിഷയത്തെ പറ്റി ഞാൻ അതിനെ ഒന്ന് ചോദിച്ചു, എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ, അവരും ആ പ്രസ്ഥാനം ഇവരൊക്കെ ചെയ്യുന്ന സ്റ്റാൻഡേർഡിൽ വേണം നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ ഇന്നത്തെ ആത്മീയ കോളത്തിൽ പോലും നിലവാരം എവിടെ വന്നിരിക്കുന്ന അറിയാമോ? എന്റെ സ്റ്റാൻഡേർഡ് ബിജു പാസ്റ്റർ സ്റ്റാൻഡേർഡിനെക്കാട്ടിലും മുകളിലായിരിക്കണം, അല്ലെ എന്റെ സ്റ്റാൻഡേർഡ് വേറൊരാളെക്കാട്ടിലും വലുതായിരിക്കണം. പക്ഷെ ഞാൻ പറയട്ടെ, ദൈവമക്കളെ, സ്നേഹത്തോടെ പറയട്ടെ, നിത്യതയിൽ ചെന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് വേറൊരു മനുഷ്യന്റെയോ പ്രസ്ഥാനത്തിന്റെ സ്റ്റാൻഡേർഡ് അല്ല. തിരുവചനത്തിൽ എന്ത് യേശുക്രിസ്തു പഠിപ്പിച്ചു ആ സ്റ്റാൻഡേർഡ് ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്. അപ്പോൾ അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ ചിന്തിക്കണം. ഞാൻ തിരിച്ചു വരട്ടെ, സമയം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. വൺ ബോഡി മെനി പാർട്സ് എന്ന് പറയുമ്പോൾ, എന്നെ ദൈവം എന്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ഞാനൊരു കാര്യം പറയാം. ആദ്യമേ ദൈവം എന്നെ ഏൽപ്പിച്ചത് ഇപ്പം ഞാൻ ആയിരിക്കുന്നത് ഇവിടത്തല്ല. എന്നെ ദൈവം ആദ്യം ഏൽപ്പിച്ചത്, റൈറ്റ്? പടിപടിയായി ആദ്യമേ ഞാൻ ഈ പരസ്യോഗത്തിന് പോകുന്നവരുടെ കൂടെ പോയി മെഗാഫോൺ പൊക്കിക്കൊണ്ട് നടക്കുന്ന പണി ദൈവം എന്നെ ആദ്യം ഏൽപ്പിച്ചത്. അതായത് കുറച്ച് ഞാൻ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അതും പൊക്കിക്കൊണ്ട്, അന്നൊന്നും പറയാൻ അറിയത്തില്ല, അതും പൊക്കിക്കൊണ്ട് നടന്നു. പിന്നെ അനൗൺസ്മെന്റ് ചെയ്യാനുള്ള അവസരം കിട്ടി, പിന്നെ പാടാൻ പറ്റി, പിന്നെ അല്പസ്വല്പം പ്രസംഗിക്കാൻ പറ്റി. അങ്ങനെ തെരുവുകളിൽ കൂടെ ഒരു കാലഘട്ടത്തിൽ സ്ലം ഏരിയാസിൽ കൂടെ മറ്റുള്ളവരുടെ കൂടെ നടന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പടിപടിയായി സൺഡേ സ്കൂൾ ടീച്ചറായി, പിന്നെ അങ്ങനെ വന്ന് പല കാര്യങ്ങളിൽ മുമ്പോട്ട് വരാൻ ദൈവം അവസരങ്ങൾ ഒരുക്കി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സീസണിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി അല്ലായിരിക്കാം വേറൊരു സീസണിൽ നമ്മളെ ഏൽപ്പിക്കുന്നത്. പക്ഷെ ഈ സീസണിൽ ദൈവം എന്താണ് ഏൽപ്പിച്ചിരിക്കുന്നത്, അതിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മുമ്പിലെ ഗോൾ ഇത്രയും ഉണ്ടായിരിക്കണം, എനിക്ക് അതിനകത്ത് 100% ഫെയ്ത്ത്ഫുൾനെസ്സോടുകൂടി അത് ചെയ്യണം. അതിനെന്ത് വില കൊടുത്താലും അതിനകത്ത് ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആകാൻ പാടില്ല. എന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വേറൊരാളുടെ സ്റ്റാൻഡേർഡ് അല്ല, എന്റെ സ്റ്റാൻഡേർഡ് എന്റെ കർത്താവ് പഠിപ്പിച്ച സ്റ്റാൻഡേർഡാണ്. അപ്പൊ ഞാൻ അതിനകത്ത് കൂടുതൽ സമയം, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു റോളുണ്ട്. ഈ റോളിനെ മനസ്സിലാക്കി ഞാൻ പെട്ടെന്ന് അതിനകത്ത് ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ റോളിനെ പറ്റി പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ, ഞാൻ സാധാരണ പലയിടത്തും എന്റെ മെസ്സേജ് ആരംഭിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് സേവ് ഹ്യൂമാനിറ്റി പ്രോജക്ട്. ഞാൻ ഇട്ട പേര്, അങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. സേവ് ഹ്യൂമാനിറ്റി പ്രോജക്ട് ഞാൻ ഇട്ട പേരാന്നേ ഉള്ളൂ, എന്റെ ഒരു ഫ്രൈസാ, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, അല്ലാതെ ഇതുമായിട്ട് എനിക്കൊന്നുമില്ല. അതിങ്ങനെ ഞാനിങ്ങനെ പറയുന്നത്, അബൌട്ട് 2000 years, മോർ ദാൻ 2000 വർഷക്കാലം മുമ്പ് പിതാവായ ദൈവം ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മളെല്ലാം ഈ പ്രൊജക്ട്, ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും പ്രൊജക്ട് എന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാൻ പ്രൊജക്ട് എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ പ്രൊജക്ട് എന്താണെന്ന് വെച്ചാൽ മാനവജാതിയെ രക്ഷിക്കണം. മാനവജാതിയെ രക്ഷിക്കണം എന്നുള്ള പ്രൊജക്ടിന് പിതാവ് ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു. തന്റെ പുത്രനായ യേശുവിനെ താണഭൂമിയിലേക്ക് അയച്ചു. അങ്ങനെ ജീസസ് ക്രൈസ്റ്റ് കെയിം ഡൗൺ ഇൻ ടു ദിസ് വേൾഡ്. ഈ താണഭൂമിയിൽ യേശു കർത്താവ് വന്നിട്ട് യേശു കർത്താവിന്റെ ശുശ്രൂഷ, ക്രൂശ് മരണം,
പുനരുത്ഥാനം, ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് കർത്താവ് എന്തെന്നറിയാമോ? കർത്താവ് പറഞ്ഞു, ഇനി ഈ പ്രൊജക്റ്റ് ഇവിടെ ലോകത്തിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് മറ്റാരുമല്ല, എൻ്റെ ശിഷ്യന്മാരാണ്, ശിഷ്യന്മാരിൽ കൂടെയാണ്. അപ്പൊ അതിനുവേണ്ടി കർത്താവ് പറഞ്ഞു, ഞാനൊരു ഹെൽപ്പറെ അയക്കാൻ പോവുകയാണ്, കൗൺസിലർ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ യെരുശലേമിലും യൂദായിലും സമരിയയിലും ലോകത്തിന്റെ അന്ത്യത്തോളം എൻ്റെ സാക്ഷികളാവും, നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട്. അങ്ങനെ യെരുശലേമിൽ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞ് ആരംഭിച്ച ആ പ്രവർത്തനം, ആ പ്രൊജക്ട് പിന്നെ മുമ്പോട്ട് അന്ന് മുതൽ ഈ പ്രൊജക്ട് മനുഷ്യരിൽ കൂടാണ് ദൈവം എക്സിക്യൂട്ട് ചെയ്യുന്നത്, പക്ഷെ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് വരെ അത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആ പ്രൊജക്ടിന് വേണ്ടി ദൈവം തന്റെ ഇഷ്ടപ്രകാരം അനേകരെ തിരഞ്ഞെടുത്ത് അനേകരെ വിളിച്ചു. അനേകർ സ്വയമേ പോയി, അനേകര് മറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി പോയി. എങ്കിലും ദൈവം തന്റെ ഉദ്ദേശപ്രകാരം വിളിച്ച അനേകർ ഇതിനകത്തുണ്ടായിരുന്നു. There were a lot of people who were called by God. അങ്ങനെ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടമാണ് ഇന്ന് എന്നെ കേൾക്കുന്ന സകല ആൾക്കാരും. കാരണം ഞാൻ പറയാം, ഇത് ദൈവത്തിന്റെ മഹാദയാണ്. സൃഷ്ടിതാവായ ദൈവം ഇന്ന് വരെ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ല. എത്ര ഗാലക്സീസ് ഉണ്ട്, യൂണിവേഴ്സിന്റെ ഡെപ്ത് എന്താണ്, മുമ്പോട്ട് പോയി നിങ്ങൾ സയൻസോ നാസയിലോ എവിടെയെങ്കിലും കയറി ഒന്ന് വായിച്ചാൽ മതി, നമ്മുടെ തല പെരുക്കും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, ഉന്നതന്റെ ചിന്തകളും അവന്റെ വിചാരങ്ങളും നമ്മുടെ ഈ ചെറിയ തലയ്ക്കകത്തൊന്നും നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് വലിയവനാണ്. ആ വലിയവനായ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? തന്റെ ഉദ്ദേശത്തിന് വേണ്ടി, തന്റെ ആ മഹത്തായ പ്രൊജക്ടിന് വേണ്ടി. നിങ്ങളെ അയർലൻഡിൽ ദൈവം കൊണ്ടുപോയി. നിങ്ങളെ അയർലൻഡിന്റെ ആ ദേശത്ത് കൗണ്ടി മയോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങളെ ആക്കി വെച്ചിരിക്കുക. അല്ലെ, നിങ്ങൾ എവിടെ ആയിരിക്കുന്നു? എന്നെ ദൈവം ഞാൻ പാർക്കുന്ന ദേശത്ത് കൊണ്ടുവന്നു. കാരണം ഒരു മനുഷ്യന്റെ വിചാരമോ ചിന്തയോ അല്ല, അതിന്റെ അപ്പുറത്ത് സർവശക്തനായ ദൈവത്തിന്റെ പ്ലാനാണ്, പർപ്പസ് ആണ്. അതെന്തു വലിയൊരു പ്രിവിലേജ് ആണെന്നറിയാമോ നമ്മളെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ആ പ്രൊജക്ടിന്റെ ഭാഗമായി തീർന്നു നമ്മൾ. പക്ഷെ നമ്മൾ പലപ്പോഴും നമുക്കൊരു ഇടുങ്ങിയ ചിന്താഗതി. ഞാൻ ആ ഒരു പിക്ചർ ഇട്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അതിനകത്തൊരു സ്മോൾ ഗ്ലോബ് ഉണ്ട്. സ്മോൾ ഗ്ലോബിന്റെ ചിന്താഗതിയാണ് നമുക്ക് പലപ്പോഴും ഉള്ളത്. പക്ഷേ നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഒരു ബിഗർ പെർസ്പെക്റ്റീവ് നമ്മുടെ അകത്ത് വേണം. നമ്മളെ എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി ഇത് ചെയ്യുന്നെന്നുള്ള ഒരു ബോധ്യം. ഒരു കമ്പനിക്ക് ജോലി ചെയ്യുന്ന പോലെ അല്ല ഇത് ദിസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പ്രിവിലേജ്, കർത്താവിനെ സേവിക്കുക എന്നുള്ളത്. അപ്പോൾ ആ പ്രൊജക്റ്റിൽ ഒരു ചെറിയ ഭാഗമെങ്കിലും ആകുവാൻ കഴിഞ്ഞാൽ അത് തന്നെ ഭയങ്കര ഒരു പ്രിവിലേജാ. ഇപ്പം ഇവിടെ അമേരിക്കയുടെ ഇലക്ഷൻസ് കഴിഞ്ഞു, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വരാൻ പോവാണ്. അതിനുവേണ്ടി പലരെ എടുക്കുന്നു, പല നോമിനേഷൻസ് നടക്കുന്നു. നിങ്ങളൊന്നും ചിന്തിച്ച് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഹല്ലേലൂയ. ഇപ്പം ഒരാളെ ഇപ്പൊ എന്നെ പോലുള്ള ഒരാളെ, എനിക്ക് വൈറ്റ് ഹൗസിൽ നിന്ന് കോൾ വരില്ല, ട്രംപിന്റെ ടീമിൽ നിന്ന് കോൾ വന്നിട്ട്, തെറ്റിദ്ധരിക്കല്ല, അങ്ങനൊന്നും വരാൻ പോകുന്നില്ല. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. എന്നോട് പറയാണ്, ഈ അഡ്മിനിസ്ട്രേഷനിൽ യു ഹാവ് എ റോൾ എന്ന് പറഞ്ഞാൽ എന്തായി തീരും? ഞാൻ പെട്ടെന്ന് എന്റെ മുഖഭാവം ഇതിന്റെ എല്ലാം മാറും. കാരണം എന്താണ്? എടാ, അമേരിക്കൻ പ്രസിഡന്റിന്റെ ടീമിൽ ഇനിയിപ്പം ഞാൻ വർക്ക് ചെയ്യാൻ പോവാന്ന് വിചാരിച്ചാൽ എന്നെ തിരഞ്ഞെടുത്തെന്നുള്ള ആ തിരഞ്ഞെടുപ്പ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഹല്ലേലൂയ, അമേരിക്കൻ പ്രസിഡന്റിന്റെയോ യൂറോപ്പിലെ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റെയോ പ്രൈം മിനിസ്റ്ററെയോ അല്ലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയോ അല്ലെങ്കിൽ ടീമിൽ തിരഞ്ഞെടുത്തതല്ല, സർവശക്തനായ ദൈവത്തിന്റെ ടീമിലാണ് നമ്മളെ തിരഞ്ഞെടുത്തതെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ അകത്തുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ ആവേശം ഉളവാക്കണം. അത് നമ്മുടെ അകത്തേക്ക് ആ അല്പം കൂടെ സമർപ്പണത്തോടുകൂടെ ത്യാഗ മനോഭാവത്തോട് കർത്താവിന് വേണ്ടി മുന്നേറുവാനുള്ള ഒരു വലിയൊരു ആഹ്വാനം നമ്മുടെ അകത്ത് അത് തരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമാണ്? ഞാനിത് ചിന്തിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്നറിയാമോ, ഇത്ര വലിയവനായ ദൈവം, ഇത്രയും ആൾക്കാർ എൻ്റെ കൂടെ പഠിച്ച എത്ര പേരുണ്ട്, അവർക്ക് കർത്താവിനെ അറിയത്തുപോലുമില്ല. ഇനിയും എൻ്റെ കൂടെ പഠിച്ചവരിലെ കർത്താവിനെ അറിഞ്ഞവരെ പോലും കിട്ടാത്ത ഒരു മഹത്തായ ഒരു പ്ലാൻ എന്താണ്? നിത്യനാശത്തിലേക്ക് വഴിയിൽ പൊക്കോണ്ടിരുന്ന ചിലരെ നിത്യതയിലേക്ക് കൊണ്ടുവരുവാൻ, അവരോട് സുവിശേഷം പറയുവാൻ, അവരെ രക്ഷയിലേക്ക് നയിക്കുവാൻ, അവരെ സ്നാനപ്പെടുത്തുവാൻ, അവരെ ദൈവകൃപയിൽ നിർത്തുവാനുള്ള ദൂത് സംസാരിക്കുവാൻ ദൈവം ഇത്രയും വലിയൊരു പ്രിവിലേജ് നമുക്ക് തന്നു. ദാറ്റ്സ് എ ഓസം പ്രിവിലേജ്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ഫുട്ബോൾ. നിങ്ങൾക്കൊക്കെ ഫുട്ബോൾ എന്താണെന്ന് മനസ്സിലാവും. അമേരിക്കൻ ഫുട്ബോൾ എന്ന് വേറൊരു സാധനമാണ്, സോക്കർ എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ നമ്മളൊരു ഫുട്ബോളില് ഒരു 11 പേരുള്ള ഒരു ടീം കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനകത്ത് ഒരുത്തൻ മറിഞ്ഞു വീണു. എന്ത് ചെയ്യും? ബാക്കി ഇപ്പോൾ ഉള്ളവർ പോയി എന്തോ ചെയ്യും? കൈക്ക് പിടിച്ച് അവനെ പൊക്കിയെടുത്ത് പിന്നെ അവർ കളിക്കും. പക്ഷെ നമ്മുടെ ആത്മീയ ഗോളത്തിൽ നിന്ന് സംഭവിച്ചെന്താണെന്നറിയാമോ? ഒരുത്തനൊരു ക്ഷീണം വന്നാൽ 10 പേരും കൂടി അവനെ തൊഴിക്കാൻ നോക്കും, ഇടിച്ചിട്ട് തൊഴിയാ. എനിക്കറിയത്തില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന്. ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഒരുത്തിന് എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ, കാരണം പലപ്പോഴും ഇതിനകത്ത് കോമ്പറ്റീറ്റീവ് മെന്റാലിറ്റി കടന്നു വരുന്നുണ്ട്.
ഇതിൻ്റെ അകത്ത് ആരുടെ രാജ്യമാണ് വലുതെന്നുള്ള ചിന്ത വരുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, നമ്മുടെ രാജ്യമല്ല ഇത്, ദൈവത്തിന്റെ രാജ്യം. ഇറ്റ് ഇസ് എ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവത്തിന്റെ രാജ്യമാണ്. നമുക്ക് ഇതിനകത്ത് 10 ദിവസം വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയെങ്കിൽ അത് തന്നെ ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രിവിലേജ്. അതൊരു വലിയ വലിയ സംഭവം തന്നെയാണ്. നമുക്ക് ഒരു കുറച്ച് ദിവസമെങ്കിലും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയെങ്കിൽ. അപ്പോൾ ഇത് നമ്മളൊരു വലിയ പ്രിവിലേജ് ആയിട്ട് കാണണം. വി നീഡ് ടു തിങ്ക് ഇൻ ദാറ്റ് പെർസ്പെക്റ്റീവ്. അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഒരു ചോദ്യം നമ്മുടെ അകത്ത് വരുന്നത്, വൈ ആർ വി വേർ വി ആർ? നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ആയിരിക്കുന്നത്? ഇനി ഞാൻ പെട്ടെന്ന് ഐ വിൽ ട്രൈ ടു കൺക്ലൂഡ്. നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ആയിരിക്കുന്നത് ഇസ് ബിക്കോസ് ഗോഡ് ഹാസ് എ പർപ്പസ്. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്, നമ്മൾ ആദ്യ നൂറ്റാണ്ടിലെ പ്രവർത്തനത്തിന്റെ ചരിത്രം എടുത്താൽ, അല്ലെങ്കിൽ മോഡേൺ മിഷണറി മൂവ്മെന്റിന്റെ പ്രവർത്തന ചരിത്രം എടുത്താൽ, ഒരിടത്ത് ചർച്ചെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഒരു ട്രാൻസ്ഫർ അല്ലായിരുന്നു മിഷണറിമാർ ചെയ്തത്. അവർ പൈനിയറാണ് ചെയ്തത്. ഒന്നുമില്ലാത്തടത്ത് പോയി ഉണ്ടാക്കി, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപയാൽ അവർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എന്നെ കേൾക്കുന്ന സകല ആൾക്കാരോട് ഞാനൊരു ചലഞ്ച് പറയാം. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് കർത്താവിന്റെ വെളിയുണ്ടെങ്കിൽ നമ്മുടെ അകത്തൊരു താല്പര്യം വേണം. ക്രിസ്തുവിനെ അറിയാത്തവർ ക്രിസ്തുവിനെ അറിയണം. ഞാൻ എൻ്റെ ചർച്ചിൽ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവെ അവിടുന്ന് ഇവിടുന്ന് മൂവ് ചെയ്ത് ആൾക്കാർ വന്ന് ചർച്ച് നിറയരുതേ, ഞങ്ങൾക്ക് പുതിയ ആത്മാക്കളെ വേണം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് കൂടുന്ന ആൾക്കാർ വേണം. അതാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്ന ദർശനം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ചർച്ചിൽ കുറേ പേര് വന്ന് നിറഞ്ഞ് തലവേദന ഉണ്ടാക്കുന്നതിൽ നല്ലതാണ് ഒത്തിരി പേരില്ലെങ്കിലും പുതിയ ആത്മാക്കളെ നിത്യതയ്ക്ക് നയിക്കുവാൻ, ചിലരുടെ കൈ പിടിച്ച് നടത്തുവാൻ ദൈവം നമുക്ക് കൃപ തന്നാൽ അതെന്തൊരു മഹാഭാഗ്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ചിന്ത ഇസ് ഡിഫറൻറ്റാ. സാധാരണ പാസ്റ്റർമാരൊക്കെ കാണുമ്പോൾ ആദ്യം ചോദിക്കും, നിങ്ങളുടെ സഭയിൽ എത്ര പേരുണ്ട്? അതിനെപ്പറ്റി ഞാനിപ്പോൾ പറയാം, ഒരു മിനിറ്റ് നിൽക്കുക. സോ പൈനിയർ വർക്ക് എനിക്ക് വളരെ ഇഷ്ടമുള്ള, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്ന ഒരു ദേവദാസൻ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു റൈറ്ററാണ്, ടോം റൈനർ എന്ന് പറയുന്ന ഒരു ദേവദാസന്റെ ഒരു ബുക്കുണ്ട്, ഐ എം എ ചർച്ച് മെമ്പർ. ആ ചർച്ച് മെമ്പർ എന്ന് പറയുന്ന ബുക്കിൽ ഒരു കാര്യം, ഇത് തന്നെ ഒരു മെസ്സേജാണ്, പക്ഷെ ഞാൻ ചുരുക്കി അങ്ങ് പറയാം, കാരണം ഇതിങ്ങനെ ഒരു അവസരം കിട്ടിയതുകൊണ്ട്. അതിനകത്ത് പുള്ളി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്ലഡ്ജ് എടുക്കാൻ പറയുന്നുണ്ട്. ഞാൻ റീസെന്റ് എൻ്റെ പിള്ളേരെ ഇത് പഠിപ്പിക്കുക, നേരത്തെ വായിച്ചിട്ടുണ്ട്, അപ്പോൾ എൻ്റെ പെട്ടെന്ന് എൻ്റെ ഓർമ്മ വന്നു. അതിനകത്ത് അദ്ദേഹം ആദ്യം പറയുന്നത്, ഒന്നാമത്തെ പ്ലഡ്ജ് എന്താണെന്ന് വെച്ചാൽ, ഐ വിൽ ബി എ ഫങ്ഷനിങ് മെമ്പർ. ഞാനൊരു പ്രവർത്തിക്കുന്ന മെമ്പർ ആയിരിക്കും സഭയിലെ. അല്ല ഞാനൊരു ഇന്നിപ്പം ഒത്തിരി പേർക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്കെന്ത് കിട്ടും, അതന്നെ വേറൊരു വിഷയമാണ്. അതിലോട്ട് ഇപ്പം ഞാൻ പോയി ഒത്തിരി അങ്ങ് പോകും. എനിക്കെന്ത് കിട്ടുമെന്നും പറഞ്ഞാൽ പലരും ഇപ്പൊ ചർച്ച വരുന്നത്. ഇവിടെ ഒന്നും കിട്ടുന്നില്ല, ഞാൻ അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും പോവാ. സോറി, ഡിസേൺമെന്റിലൂടെ ദൈവാത്മാവ് ഇന്ന് സംസാരിക്കുന്നെങ്കിൽ അത് നിങ്ങൾ ദൂതായിട്ട് എടുക്കണം. ഞാൻ ഇംഗ്ലീഷ് ചർച്ചിൽ പോവാ, കാരണം എനിക്ക് ഇവിടെ ഒന്നും കിട്ടുന്നില്ല, വേണ്ട പോലെ ഒന്നും കിട്ടുന്നില്ല. എടാ, ദൈവസഭ നീ വരുന്നത് കിട്ടാൻ വേണ്ടിയാണ്. കിട്ടുന്നതിന്റെ കോൺടാക്ട് എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മുടെ അകത്തൊരു സെർവിങ് മെന്റാലിറ്റി വേണം. എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ഫൈനാൻസ് അല്ല, എന്റെ ജീവിതം കൊണ്ട് എനിക്ക് കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഫങ്ഷനിങ് മെമ്പർ ആയിരിക്കണം. നമ്മൾ സ്പെക്ടേറ്റേഴ്സ് ആകല്ലേ, നമ്മൾ കാഴ്ചക്കാരായിട്ട് വന്നിരിക്കുന്നവരാകല്ലേ. പെട്ടെന്ന് ഞാൻ പോട്ടെ, യൂണിഫൈങ് മെമ്പർ ആയിരിക്കും. ഞാൻ ഐക്യതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മെമ്പർ ആയിരിക്കും. ഐക്യതയ്ക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കാം? ഹലോ, എന്തുകൊണ്ട് ജോലിയൊക്കെ കഴിഞ്ഞോ? സുഖമായിട്ട്. പിന്നെ വേറൊരു കാര്യം അറിഞ്ഞായിരുന്നോ? എന്താ കാര്യം? അതെ, മറ്റേ ആ പുള്ളി ഉണ്ടല്ലോ, ചെറിയ വിഷയം അറിഞ്ഞില്ലേ? ആരോടും പറയല്ല കേട്ടോ. ഞാൻ പറഞ്ഞതൊന്നും പറഞ്ഞേൽക്കല്ലേ, ഞാൻ പെട്ടെന്നൊന്ന് കാര്യം പറയാം. എന്താ? ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്, ഇനി ഞാൻ പറഞ്ഞതൊന്നും വെളി വന്നേക്കല്ല, ഇത് ആരോടും പറയുകയും ചെയ്യല്ലേ. ആ പുള്ളി അടുത്ത ഫോൺ എടുക്കും. ഫോൺ എടുത്തിട്ട് പിന്നെ പുള്ളിയും പറയും, അതെ ഞാൻ പറഞ്ഞെന്ന് പറയല്ലേ, ഒരു കാര്യമുണ്ട്, റൈറ്റ്, ഇങ്ങനെ. അപ്പൊ ഞാൻ അത് പലയിടത്തും സംഭവിക്കുന്ന വിഷയമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നീ ശരിക്കും ഒരു ദൈവരാജ്യത്തിന്റെ ചിന്ത നിന്റെ അകത്ത് ഭരിക്കുന്നെങ്കിൽ ആദ്യത്തെ കോളിൽ തന്നെ പറയണം, സഹോദര, ഇതിനകത്ത് നിനക്ക് തെളിവുണ്ടോ? ഇത് നിന്റെ ഊഹാബോധമാണോ? ഒരു കാര്യം ചെയ്യാം, അങ്ങനാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയി അവരോട് സംസാരിച്ചതൊന്ന് ക്ലാരിഫൈ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒരു യൂണിഫൈയിങ് മെന്റാലിറ്റി നമ്മുടെ അകത്ത് വേണം. എന്തു പറ്റിയാലും നമ്മുടെയൊക്കെ ചിലപ്പോൾ നമുക്കൊക്കെ രസമായി ഇത് ഈ പണ്ടാരെന്ന് പറഞ്ഞ പോലെ ഈ ടിക്ലിംഗ് പോലുള്ള ഇക്കിളി ഇവിടുന്നുള്ള സംഭവം എന്താണെന്ന് അറിയാമോ? ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ചിലർക്ക് അങ്ങനെയുള്ള ഒരു സ്വഭാവം ഒരിക്കലും ദൈവരാജ്യത്തിന് പറ്റത്തില്ല. അതുകൊണ്ട് എന്തെല്ലാം ഡിസ്ട്രക്ഷൻസ് ഉണ്ടാകുന്ന അറിയാം. പക്ഷെ നമ്മളൊരു യൂണിഫൈങ് മെമ്പർ ആയിരിക്കണം. എപ്പോഴും നമ്മുടെ മനസ്സിലൊരു ചിന്ത വേണം, ഐ വിൽ ബി യൂണിഫൈങ് മെമ്പർ. അടുത്തത് പറയുന്നത്, ഐ വിൽ നോട്ട് ലെറ്റ് മൈ ചർച്ച് ബി അബൌട്ട് മൈ പ്രിഫറൻസസ് ആൻഡ് ഡിസയർ. എൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ല എൻ്റെ സഭ. എൻ്റെതായ കാര്യങ്ങൾ, ഞാൻ പറയുന്നവർ കമ്മിറ്റിയിൽ വരണം, ഞാൻ പറയുന്നവർ ഇന്നതാകണം. നോ,
ഞാൻ പറയുന്നവരായിരിക്കണം പാട്ട് പാടേണ്ടത്. അല്ല, ദൈവം പറയുന്നവരാകട്ടെ, ദൈവം ഉദ്ദേശിക്കുന്നവരാകട്ടെ. പിന്നെ ഐ വിൽ പ്രേ ഫോർ മൈ ചർച്ച് ലീഡേഴ്സ്. നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നതിലും കൂടുതൽ പ്രാർത്ഥിക്കണം. ആർക്കെതിരെ പറ്റിയൊക്കെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്ത് ഒത്തിരി 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 കാര്യങ്ങൾ പറയുന്നതിലും കൂടുതൽ സമയം നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി എടുക്കാമെങ്കിൽ വളരെ സ്വർഗമായിരിക്കും അവിടെ, റൈറ്റ്? പലപ്പോഴും നമ്മൾ ഒത്തിരി സമയം കളയുന്ന ക്രിറ്റിസിസിന് ലെസ് ടൈം ഓൺ പ്രയർ. പിന്നെ അടുത്ത ഐ വിൽ ലീഡ് മൈ ഫാമിലി ടു ബി എ ഹെൽത്തി ചർച്ച് മെമ്പർ എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തെ ഞാനൊരു നല്ല ഹെൽത്തി ചർച്ച്. ഞാനപ്പം മുമ്പേ ഒരു കാര്യം ഞാൻ പിന്നെ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞത്, ഞാൻ ഈ സ്റ്റുഡൻസിൻ്റെ ഇടയിലുള്ള വർക്കുകളുണ്ട്, ഒത്തിരി കാര്യങ്ങൾ എനിക്കറിയാം. എന്തുകൊണ്ടാണ് പിള്ളേർ കല്യാണം കഴിക്കാതെ, പ്രായമായ പിള്ളേർ കല്യാണം കഴിക്കാൻ നിൽക്കുന്നതെന്നും പിന്നെ പല പല വിഷയങ്ങളാണ്. അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഒരു കൊച്ചിനോട് ചോദിച്ചു, നീ എന്താ കല്യാണം കഴിക്കാതെ? ഒരു കൗൺസിലർ അച്ഛൻ പറഞ്ഞു, ഐ കെയിം ഔട്ട് ഓഫ് എ ഹെൽ, ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇൻ ടു അനദർ ഹെൽ. ഞാൻ ഒരു നരകത്തിൽ നിന്ന് പുറത്തു വന്ന് ഇനി ഒരു നരകത്തിലേക്ക് പോകുന്നില്ല. വേറൊരു ചെറുക്കനോട് ചോദിച്ചപ്പം പറഞ്ഞു, ഇതെന്തോ ആണെന്ന് എനിക്കൊരു പിടിയില്ല, രാവിലെ വീട്ടിൽ നിന്ന് വണ്ടി വിടുമ്പം മുതൽ കുറ്റം പറഞ്ഞാ പോകുന്നത്. മൈ ഡാഡ് ആൻഡ് മോം ആർ ലൈക്ക് ബേസിക്കലി ട്രാഷിങ് പീപ്പിൾ. എന്നിട്ട് ചർച്ചിൽ ചെന്ന് കഴിയുന്ന പാസ്റ്റ് പറയും, ദൈവാത്മാവിന് നിയോഗമുള്ള ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്, എൻ്റെ ഡാഡിയാണ് ആദ്യമേ ഉച്ച ശബ്ദത്തിൽ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പ്രസംഗത്തിനും ജീവിതത്തിനും ഒന്നും ഒരു കമ്പാറ്റബിലിറ്റി, അതുകൊണ്ട് ഇതിനകത്ത് ഒരു യാഥാർത്ഥ്യമേ ഇല്ല. ദിസ് ഈസ് ഓൾ ഫേക്ക്. പക്ഷേ നമ്മുടെ അകത്തൊരു ശക്തമായ കാഴ്ചപ്പാട് വേണം. അതിനെപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും പെട്ടെന്ന് ഞാൻ പറയട്ടെ. കാഴ്ചപ്പാട് വേണം. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് സോ ദാറ്റ് മൈ ഫാമിലി ബിക്കംസ് ഹെൽത്തി ചർച്ച് മെമ്പേഴ്സ്. പിന്നെ ഐ വിൽ ട്രഷർ മൈ ചർച്ച് മെമ്പർഷിപ്പ് ആസ് എ ഗിഫ്റ്റ്. മുമ്പോട്ട് ഞാൻ പോകട്ടെ. അപ്പോൾ ഈ ഒരു വിഷയം കൂടെ പറഞ്ഞിട്ട് ഐ വിൽ കൺക്ലൂഡ്. അപ്പോൾ നമ്മുടെ ചിന്തയ്ക്ക് മാറ്റം സംഭവിക്കണമെന്നാണല്ലോ നമ്മുടെ വിഷയം. തിങ്ക് സെൻസിബിളി. അപ്പൊ അതിനകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വി ഹാവ് ടു ബിക്കം എ മിഷൻ സെന്റേർഡ് ചർച്ച്. ഒരിക്കല് ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, എവരി വൺ വിത്തൗട്ട് ക്രൈസ്റ്റ് ഈസ് എ മിഷൻ ഫീൽഡ് ആൻഡ് എവരി വൺ വിത്ത് ക്രൈസ്റ്റ് ഈസ് എ മിഷണറി. ക്രിസ്തു ഉള്ള സകലരും ഒരു മിഷണറിയാണ്, ക്രിസ്തു ഇല്ലാത്ത സകലരും ഒരു മിഷൻ ഫീൽഡാണ്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ചിന്തിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, പോൾ ഹാർവി എന്ന് പറഞ്ഞ ഒരു ദേവദാസൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വി ആർ സ്ട്രേഡ് അവേ ഫ്രം ബീങ് ഫിഷേഴ്സ് ഓഫ് മാൻ ടു ബീങ് കീപ്പേഴ്സ് ഓഫ് അക്വേറിയം. നമ്മൾ മീൻപിടുത്തത്തിന്റെ പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഇപ്പൊ എന്താണ് അക്വേറിയം കീപ്പ് ചെയ്യുന്ന പോലുള്ള, പണ്ട് ഈയിടെ കുറച്ചാൾ മുമ്പ് ഞാനൊരു ദേവദാസൻ പറഞ്ഞു, പാസ്റ്റർ അങ്ങനല്ല, ഇപ്പൊ അക്വേറിയത്തിന്റെ അകത്ത് അക്വേറിയം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ്, റൈറ്റ്? അപ്പം എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ആ ഒരു ചിന്തയ്ക്ക് മാറ്റം വരണം. എന്താണ്? ഇതിന്റെ അകത്ത് നിന്ന് കളിക്കാനല്ല, ഈ 4 ഭിത്തിക്കകത്ത് നിന്ന് കളിക്കുന്നതല്ല ആത്മീയം. ഇതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുന്നതാണ് നമ്മുടെ ആത്മീയം. ആ ഒരു കാഴ്ചപ്പാട് വേണം. യേശു പറഞ്ഞ പോലുള്ള ആ ഒരു കാഴ്ചപ്പാട് നമുക്കത്ത്. അപ്പം ഇറ്റ് വാസ് മാർക്ക് സ്റ്റച്ചുറ എന്ന് പറഞ്ഞ ഒരു ദിവസം പറഞ്ഞാണ്, ദ മാർക്ക് ഓഫ് എ ഗ്രേറ്റ് ചർച്ച് ഈസ് നോട്ട് ഇറ്റ്സ് സിറ്റിംഗ് കപ്പാസിറ്റി ബട്ട് ഇറ്റ്സ് സെൻഡിങ് കപ്പാസിറ്റി. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതും പുറകെ വരാമെന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതെന്താ ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എത്ര പേരുണ്ട്, 100 പേര്, 150 പേര്, 50, 200, റൈറ്റ്? പക്ഷേ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം, എത്ര പേര് നമ്മുടെ സഭയിൽ നിന്ന് മിഷൻ പ്രവർത്തനത്തിന് പോയി? ഇപ്പം നിങ്ങളുടെ ചർച്ചൊക്കെ യങ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മൾക്ക് അതിനകത്തൊരു വലിയ കാഴ്ചപ്പാട് വേണം. പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവെ ഞങ്ങളുടെ യൗവനക്കാരിൽ 10 പിള്ളേരുണ്ടെങ്കിൽ കർത്താവെ അതിൽ ചിലരെയെങ്കിലും 2-3 പേരെങ്കിലും നീ നിന്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കണേ, ആരെങ്കിലും വിളിച്ചോട്ട്. കാരണം ഈ സുശേഷ വേല ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിന്റെ പ്രവർത്തനം എങ്ങനെ ചെയ്താലും, ഇനി ബൈ വൊക്കേഷൻ ആയാലും കോ വൊക്കേഷണൽ ആയാലും എന്തായാലും, നമ്മുടെ അകത്തൊരു വലിയ കർത്താവ് ചിലരെങ്കിലും നീ അഭിഷേകം ചെയ്യണമേ. നമ്മുടെ സക്സസിന്റെ മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ എത്ര സുശേഷകന്മാരെ വാർത്തെടുത്തു. ആൾക്കാർ വേണം, വേണ്ടെന്നല്ല പറയുന്നത്. അപ്പം അതിലേക്ക് നമ്മൾ മാറിയാൽ ആൾക്കാരും വരും. കാരണം അതങ്ങനെ അത് വർക്കൗട്ട് ആവുന്നത്. പക്ഷെ നമ്മൾ ഉള്ളത് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ അവിടെ ഇരിക്കും. അതേസമയം നമ്മുടെ അകത്തൊരു വലിയ ദർശനം ഉണ്ടായിരിക്കണം, നമ്മുടെ അകത്തൊരു വലിയ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു മിഷൻ സെന്റേർഡ് ചർച്ചിന്റെ സയൻസും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അന്ത്യോക്യ സഭയെ പറ്റി കുറച്ചും കൂടെ പറയണമെന്ന്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് നിർത്താൻ പോവാണ്. കാരണം അത് പിന്നെ ഒരു ദിവസം, അല്ലെങ്കിൽ അത് നിങ്ങൾ വായിച്ചാൽ മതി. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ അതിനകത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടും. അപ്പോൾ ഒരു മിഷൻ സെന്റേർഡ് ചർച്ച ആകുമ്പോൾ അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്, മിഷൻ മൂവ്സ് ഫ്രം ബീയിങ് എൻ ഈവന്റ് ടു എ പാർട്ട് ഓഫ് ദ ചർച്ച്. ഒരു മിഷൻ ഇവാഞ്ചലിസം ഒരു പ്രോഗ്രാം അല്ല. സുവിശേഷീകരണം പല പ്രോഗ്രാംസിന്റെ, ലേഡീസ് മീറ്റിംഗ്, മെൻസ് മീറ്റിംഗ്, ആ മീറ്റിംഗ്, ഈ മീറ്റിംഗ്, ഇതിന്റെ ഇടയിൽ ഇവാഞ്ചലിസം ഒരു മീറ്റിംഗ് അല്ല. ഇവാഞ്ചലിസം ബിക്കംസ് കോർ ടു ഹൂ വി ആർ ആസ് എ ചർച്ച്. സുവിശേഷീകരണം എന്ന് പറയുന്നത് നമ്മുടെ DNA ഭാഗമായി മാറുക. അപ്പോൾ ഇതൊരു പ്രോഗ്രാം അല്ല. പ്രോഗ്രാം വേണം, എല്ലാവരും എൻകറേജ് ചെയ്യാനും കൊണ്ടുപോകാനും ഒക്കെ, ഔട്ട്റീച്ചും ട്രാക്ക് ഡിസ്ട്രിബ്യൂഷനും ഒക്കെ വേണം. പക്ഷെ ഇതൊരു പ്രോഗ്രാം മെന്റാലിറ്റിയിൽ കൂടുതൽ യേശു കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകല ജനത്തിന്റെയും ഒരു ശക്തമായ ഒരു ദൗത്യമാണിത്.
അപ്പോൾ എനിക്കപ്പോൾ അതുകൊണ്ട് ഒരു 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 എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല, ആരോടെങ്കിലും ഒന്ന് സുവിശേഷം പറയാൻ പറ്റിയില്ല, ഈ ആഴ്ച ആർക്കും ഒരു ട്രാക്ട് കൊടുക്കാൻ പറ്റില്ല, അതൊരു അസ്വസ്ഥത നമ്മുടെ അകത്തുളവാക്കണം. നമ്മൾ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ അകത്തൊരു റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാകണം. നമുക്ക് പലപ്പോഴും റെസ്റ്റ്ലെസ്നെസ് ഒക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, പോകുന്നില്ല അതിലേക്കൊന്നും. നമ്മളെന്താ റെസ്റ്റ്ലെസ് ആക്കുന്നത്? പല കാര്യങ്ങൾ. അതല്ല, സുവിശേഷ ദൗത്യത്തിൽ നമ്മൾ പിന്നോട്ടാണെങ്കിൽ അത് നമുക്ക് റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാകണം. ഒരാത്മാവ് രക്ഷിക്കപ്പെടുന്നില്ല, പിന്നെ വിതയ്ക്കാൻ പറ്റുന്നില്ല. ഇനി ഞാനൊരു പ്രിൻസിപ്പിൾ കൂടെ പറയാം, വിതയ്ക്കും കൊയ്യും. ബൈബിളിന്റെ പ്രിൻസിപ്പിളാണ്, ഇഫ് യു സോ യു വിൽ റീപ്പ്. ഇനി ഇപ്പം റീപ്പ് ചെയ്തില്ലെങ്കിൽ, നമ്മൾ കൊയ്തില്ലെങ്കിലും വിതയ്ക്കണം. അതാണ് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. കൊയ്യുന്നതും റിസൾട്ടും ദൈവത്തിന്റെ പണിയാണ്. പക്ഷേ വിതയ്ക്കാന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, സോ ചെയ്യാന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും നമ്മൾ സോ ചെയ്താൽ മതി, നമ്മൾ അത്രയും ചെയ്താൽ മതി, ബാക്കി ദൈവമാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആണെങ്കിൽ എന്നെ കൊണ്ട് വിതയ്ക്കാൻ പോലും പറ്റിയില്ലെങ്കിൽ അതെന്റെ അകത്തൊരു റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാക്കണം. മോർ ടൈം ആൻഡ് ബഡ്ജറ്റ് ഷുഡ് ബി സ്പെൻഡ് ഓൺ മിഷൻസ്. ഞാൻ ലീഡർഷിപ്പ് വന്നപ്പോൾ ഞാൻ സ്ട്രോങ് ആയിട്ടൊരു കാര്യം പറഞ്ഞു. ഞാൻ ഞങ്ങളെ സെക്രട്ടറിയെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ ഒരു മീറ്റിംഗ് 60 മിനിറ്റ് കൂടെ, 60 ബിറ്റ്വീൻ 60 and 70 മിനിറ്റ്സ് കൂടുതൽ നമ്മൾ മീറ്റിംഗ് നടത്തത്തില്ല. ചിലപ്പോൾ അതിനപ്പുറം പോകേണ്ട വന്നിട്ടുണ്ട്. പിന്നെ 75% ഓഫ് ദ ടൈം ഷുഡ് ബി സ്പെൻഡ് ഓൺ ടോക്കിംഗ് അബൌട്ട് ദ കിങ്ഡം ഗ്രോത്ത് മാറ്റേഴ്സ്. അതായത് സുവിശേഷത്തിന്റെ മുമ്പോട്ടുള്ള അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിയുടെ വിഷയമായിരിക്കണം. അജണ്ട സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ നോക്കും, ആദ്യത്തെ ഒരു 10 അജണ്ട ആയിട്ടാണ് 7 എണ്ണം അഭിവൃദ്ധി അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി മുമ്പോട്ട് പോകണമായിരിക്കണം. ഇഷ്യൂസ് ഉണ്ടാകത്തില്ലെന്നല്ല, വിഷയങ്ങൾ നമ്മൾ ഡീൽ ചെയ്യണം, ചില കാര്യങ്ങൾ നമ്മൾ ടഫായിട്ട് സംസാരിക്കേണ്ടി വരും. പക്ഷെ അതിൽ നമ്മുടെ എനർജി മുഴുവൻ ഡ്രെയിൻ ആയിട്ട് നമ്മൾ അവസാനം ഒന്നുമില്ലാത്ത സിറ്റുവേഷൻ ആകാൻ പാടില്ല. സോ വാട്ട് വി നീഡ് ടു ഡു ഇസ് വി നീഡ് ടു ബി വെരി കെയർഫുൾ. വേർ ഈസ് അവർ എനർജി ബീങ് സ്പെൻഡ്. അപ്പൊ അതിനകത്ത് നമ്മൾ ചിന്തിക്കണം. പിന്നെ ഗ്ലോബൽ മിഷൻ ഷുഡ് ബി പാർട്ട് ഓഫ് എവറി പ്രയർ. എല്ലാ പ്രാർത്ഥനയിലും ഗ്ലോബൽ മിഷൻസ് ഉണ്ടായിരിക്കും. നശിച്ചു പോകുന്ന ആത്മാക്കളെ പറ്റിയുള്ള പ്രാർത്ഥന, നമ്മുടെ രോഗം, നമ്മുടെ സൗഖ്യം, നമ്മുടെ ഫൈനാൻസ്, നമ്മുടെ ജോലി, അതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായി, കർത്താവേ എനിക്ക് ജോലി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, സൗഖ്യമായാലും സൗഖ്യമായില്ലെങ്കിലും നിത്യ നരകത്തിലേക്ക്, അഗ്നിയിലേക്ക് പോകുന്ന നമ്മൾ ബൈബിൾ വിശ്വസിക്കുന്നെങ്കിൽ അങ്ങനെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ആ ഒരു വലിയ കൂട്ടം ജനം പൊക്കോണ്ടിരിക്കുക. കർത്താവ് അവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? കർത്താവ് അവരെ രക്ഷിക്കണമേ. എനിക്ക് പറ്റത്തില്ലെങ്കിൽ സുശീലന്മാരെ അയക്കണമേ. എനിക്ക് ഭാഷ അറിയത്തില്ലെങ്കിൽ ഭാഷ അറിയുന്നവരെ ദൈവം അയക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന നമുക്ക്. ആൻഡ് ഗോസ്പൽ ഷുഡ് ബി പ്രസന്റഡ് റെഗുലർലി. സുവിശേഷം എപ്പോഴും നമ്മൾ അകത്തും പ്രസന്റ് ചെയ്യണം. അടുത്തത്, അങ്ങനെയാണെങ്കിൽ പുതിയ ആൾക്കാർ രക്ഷിക്കപ്പെടും. അതാണ് ഒരു എവിടെങ്കിലുമൊക്കെ പുതിയ ആൾക്കാർ ആരെങ്കിലും ഒക്കെ രക്ഷിക്കപ്പെടും. മൂവ് ചെയ്ത് വരുന്നവരുടെ കാര്യമല്ല, അതൊക്കെ വെരി ഗുഡ്, അതൊക്കെ നമുക്ക് നല്ലതാണ്. പക്ഷേ എവിടെങ്കിലും കർത്താവേ നമ്മുടെ അകത്ത് പ്രാർത്ഥന വേണം, എപ്പോഴും പ്രാർത്ഥന വേണം. നിങ്ങൾക്കുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഞാൻ വെച്ച് ജസ്റ്റ് ഒരു എക്സോർട്ടേഷൻ ആയിട്ട് പറയുന്നുള്ളൂ, നിങ്ങൾക്കൊരു എൻകറേജ്മെന്റ് ആയിട്ട് പറയാം. എപ്പോഴും നമ്മുടെ അകത്ത് ഒരു പ്രാർത്ഥന വേണം. കർത്താവേ, ഞങ്ങളുടെ സഭയിൽ പുതിയ ആത്മാക്കൾ രക്ഷിക്കപ്പെടണം. ഞങ്ങളുടെ സഭയിൽ കർത്താവേ ജീവിതങ്ങൾ കടന്നു വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടണം. ഹല്ലേലൂയ. അങ്ങനെ നമുക്കൊരു പ്രാർത്ഥന വേണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ലോക്കൽ ആൾക്കാരെ ദൈവം തരും. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുവാണ്. ഇവിടെ ഒരു അമേരിക്കൻ ഒരാള് വെള്ളത്തിൽ ചാടി സൂയിസൈഡ് ചെയ്യാൻ പോയ ഒരു വ്യക്തി അവസാനം ഭാര്യ വിളിച്ചതിന്റെ ബേസിസിൽ തിരിച്ചു വന്നു. അദ്ദേഹം എങ്ങാണ്ടൊന്ന് കണ്ടുപിടിച്ച് എന്നെ വിളിച്ച് പിറ്റേ ദിവസം മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പോയി മീറ്റ് ചെയ്തു. ഇന്ന് അദ്ദേഹവും ആദ്യം 3 വർഷം കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ഭാര്യ രണ്ടുപേരും വിശ്വാസികളായിട്ട് വന്നു. അവർ രണ്ടുപേരും സ്നാനപ്പെട്ട് ദൈവകൃപയിൽ വരാൻ ദൈവം അവസരം ഒരുക്കി. ഞാൻ പറയട്ടെ, നമ്മുടെ അകത്ത് ഒരു പ്രാർത്ഥനയും താല്പര്യവും അതിനെപ്പറ്റി ഒരു വാഞ്ചയും ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ദൈവം അത് ചെയ്യും. അത് നമ്മൾ വിശ്വാസത്താൽ ആ ഒരു പെർസ്പെക്റ്റീവ് ആയിരിക്കണം. നമ്മൾ അകത്തുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ നല്ലൊരു പെർസ്പെക്റ്റീവ് വേണം. പീപ്പിൾ വിൽ ഗെറ്റ് റെഡി ഫോർ മിഷൻസ്. ആൾക്കാർ മിഷൻസിന് റെഡി ആകും. പെട്ടെന്ന് പറയാം, ലോക്കൽ മിഷൻ ഈസ് നോട്ട് ഇഗ്നോർഡ്. ചിലരുണ്ട് ലോകം ചുറ്റുവാൻ. ഞാൻ ഉൾപ്പെടെ പലയിടത്ത് യാത്ര ചെയ്യുന്ന ആളാണ്. എനിക്കൊരിക്കലും ഞാൻ ആഫ്രിക്കയിൽ പോയെന്നും പറഞ്ഞ് എന്റെ സിറ്റിയിലെ നശിച്ചു പോകുന്ന ആത്മാക്കളെ എനിക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് പലപ്പോഴും നമ്മുടെ അകത്ത് തന്നെ ഒരു ചിന്ത വരാൻ സാധ്യതയുണ്ട്. അയ്യോ, ഞാൻ അവിടെ പോയി, ഞാൻ ഇന്ത്യയിൽ പോയി, ഞാൻ അവിടുത്തെ പ്രവർത്തനം, ഞാൻ ആ കാശ് കൊടുത്തു, ഇന്നത് ചെയ്തു, അങ്ങനെ ചെയ്തു, ഞാൻ ആ പ്രൊഫഷണൽ പ്രവർത്തനത്തിന് ചെയ്തു. ആയിരിക്കാം, നല്ല കാര്യം. പക്ഷേ നിന്നെ ഒരു ദേശത്തെ ദൈവം കൊണ്ടുവന്ന് അവിടെ നിന്നെ കാവൽക്കാരാക്കി വെച്ചിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ നമ്മൾക്ക് മനസ്സിൽ രൂപാന്തരം ഉണ്ടാകണം. ഞാൻ ആക്സിഡന്റ് അല്ല, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ല, എന്റെ ആവശ്യങ്ങൾ എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടിയല്ല. അതൊക്കെ ദൈവം നൽകും. ആദ്യമേ രാജ്യനീതി അന്വേഷിപ്പ്, അതോടൊപ്പം തന്നെ എല്ലാം കിട്ടുമെന്ന് ദൈവം പറഞ്ഞല്ലോ. അതെല്ലാം കിട്ടും. പക്ഷേ എന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ മഹത്തായ പ്ലാൻ, ആ ഗ്രേറ്റ് പ്രൊജക്ടിന്റെ ഭാഗമാണ് ഞാനെന്നുള്ള ഒരു ചിന്ത നമ്മുടെ അകത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം. ഗ്ലോബൽ മിഷനും നമ്മുടെ കൺസേൺ ആയിരിക്കണം. കർത്താവ് പറഞ്ഞു, യെരുശലേമിലും യൂദയിലും സമരിയയിലും ലോകത്തിന് അന്ത്യത്തോളം നിങ്ങൾ പോകണം. അപ്പൊ ആ ഗ്ലോബൽ മിഷൻ നമ്മുടെ കൺസേൺ ആണ്. നമുക്ക് ഗ്ലോബൽ മിഷനെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കണം, കർത്താവേ, ഞങ്ങളുടെ ചെറിയ സഭയാണെങ്കിലും വലിയ എന്താണെന്ന് നിങ്ങളുടെ സഭ എനിക്കറിയത്തില്ല, ആണെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് ചില മിഷണറിമാരെ പ്രാർത്ഥിച്ചയക്കണം, ചില സുശേഷകന്മാരെ പ്രാർത്ഥിച്ചയക്കണം. ചിലർ വന്ന് പറയണം, കർത്താ, ഞാൻ ഇന്നടത്തോട്ട് ഞാനൊരു
കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ പോകാൻ പോവുകയാണെന്നുള്ള ഒരു ആഹ്വാനം നമ്മുടെ അകത്തെപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇത്രയും നേരം പല പല കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നിക്കാണോ ജമ്പ് ചെയ്ത് പോയി. പക്ഷേ ദിസ് ഈസ് ഹൗ ഐ ലൈക്ക്. അപ്പൊ നമ്മൾ തുടങ്ങിയ വിഷയം എന്താണ്? ആദ്യമേ ഞാൻ പറഞ്ഞ വിഷയം എന്തായിരുന്നു? നമ്മുടെ കീ വാക്യം എന്താണ്? തിങ്ക് സെൻസിബിളി എന്ന വിവേകത്തോടെ നമ്മൾ ചിന്തിക്കണം. ദൈവത്തിന്റെ വചനം പറയാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. നമ്മൾ തിങ്ക് സെൻസിബിളി വരുമ്പോൾ നമുക്ക് നമ്മളെ പറ്റി തന്നെ ഒരു ക്ലിയർ ഇവാലുവേഷൻ ഉണ്ടായിരിക്കണം. നമുക്ക് സീരിയസ്ലി സിൻസിയർ ഇവാലുവേഷൻ നമുക്ക് ചെയ്യണം. നമ്മുടെ കമ്മിറ്റ്മെന്റ്, നമ്മുടെ പ്രൈവറ്റ് ലൈഫ്, നമ്മുടെ പബ്ലിക് ലൈഫ്, അതിനെപ്പറ്റിയുള്ള നമ്മുടെ കൺവിക്ഷൻസ്. ഞാൻ പറഞ്ഞു 5 രീതിയിലുള്ള ചിന്തകൾ, 5 രീതി വേണം ചിന്തിക്കാം. ഒന്ന്, നമ്മളെ തന്നെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്ത് ചിന്തിക്കുന്ന അനുഭവങ്ങളുണ്ട്. ഫോൾസ് ഹ്യൂമിലിറ്റിയുമായിട്ട് പോകുന്നവരുണ്ട്. ഫോക്കസ്ഡ് ഓൺ പണ്ടത്തെ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഞാൻ പിന്നെയും പറയുന്നു, ചരിത്രം പറഞ്ഞു നല്ല കാര്യം, പക്ഷെ പ്രാർത്ഥിക്കുക, നിന്നിൽ കൂടെ ദൈവം ഒരു ചരിത്രം സൃഷ്ടിക്കട്ടെ. ദാറ്റ് ഈസ് വാട്ട് വി ഷുഡ് ബി പ്രേയിങ് ഫോർ. സെൽഫ് പിറ്റി, ഗിൽറ്റ് ഡ്രിവൺ ഉണ്ട്, പക്ഷെ നന്നായിട്ട് ചിന്തിക്കുന്നവരുണ്ട്, ഇല്ലെന്ന് പറയത്തില്ല. അപ്പൊ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ വേണം. എന്തിനാണ് ട്രാൻസ്ഫോർമേഷൻ വേണ്ടത്? നമ്മൾ പഠിച്ചു വെച്ച പല വിഷയങ്ങളും ഒന്ന് മാറ്റി വെച്ചിട്ട്, ഹല്ലേലൂയ, നമ്മുടെ വാല്യൂ ഇരിക്കുന്നത് നമ്മൾ 5 മിനിറ്റ് മുമ്പ് സ്റ്റേജിൽ കയറുന്നതിലല്ല, അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന സമയത്ത് മണ്ടേന്ന് വന്ന് താഴോട്ട് ഇറങ്ങി സ്റ്റേജിലോട്ട് ചാടി വീഴുന്നതിലൊന്നും അല്ല. നമ്മുടെ വാല്യൂ കിടക്കുന്നത് യേശു കർത്താവ് എന്ത് പറഞ്ഞു അതനുസരിക്കുന്നതിലാണ്. അങ്ങനെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ ആ ഡേഞ്ചറിൽ നമ്മളെ രക്ഷിക്കണം. നമ്മുടെ മൈൻഡ്, നമ്മുടെ സിൻസിയറും നമ്മുടെ പ്യൂർ ഡിവോഷനും നമ്മൾ മാറിപ്പോകാൻ നമ്മൾ സൂക്ഷിക്കണം. ഇതൊരു പ്രിവിലേജ് ആയിട്ട് കാണണം. എൻ്റെ യേശുവിനെ സേവിക്കുവാൻ, അറിയുവാൻ ഇത് ഒരു വലിയ പ്രിവിലേജ് ആണ്. അപ്പോൾ എന്താണ് നമ്മൾ ആക്കിയിരിക്കുന്ന സ്ഥാനം? ദൈവത്തിന് നമ്മളെപ്പറ്റി ഒരു ഉദ്ദേശമുണ്ട്. ഞാനൊരു സഭാവിശ്വാസിയാണെങ്കിൽ ഞാനൊരു ഫെയ്ത്ത്ഫുൾ ആയിരിക്കും, ഫങ്ഷനിങ് ആയിരിക്കും. ഞാൻ എൻ്റെ കുടുംബത്തെ ഹല്ലേലൂയ സഭയിൽ നിന്നും ദൈവദാസന്മാര് ദൈവമക്കളിൽ നിന്ന് അകറ്റുന്ന വാക്കുകൾ പറയത്തില്ല. 2 പേര് തമ്മിൽ ഇടർച്ച ഉണ്ടാക്കുന്ന വാക്കുകളല്ല ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത്. ഒരാൾ ഒരു പരാതിയുമായിട്ട് വന്നാൽ അത് സാരമില്ലെന്ന് പറഞ്ഞ് അതും ഞാൻ പരിഹരിക്കാൻ ശ്രമിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു കിങ്ഡം മെന്റാലിറ്റി ഉണ്ടായിരിക്കണം. ദൈവരാജ്യത്തിന് ദോഷം വരുന്ന ഒന്നും ചെയ്യത്തില്ലെന്നുള്ളൊരു ചിന്ത നമ്മുടെ അകത്ത് വേണം. ഒരു മിഷൻ ചിന്ത നമ്മുടെ അകത്ത് വേണം. നശിച്ചു പോകുന്ന ആത്മാക്കളെ പറ്റി ഒരു ചിന്ത നമുക്ക് എപ്പോഴും വേണം. നമ്മുടെ അകത്ത് നമ്മുടെ എനർജി, നമുക്ക് തന്നിരിക്കുന്ന ആയുസ്. ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് എന്നോട് പറഞ്ഞതാണ്, എനിക്ക് നിന്നെപ്പറ്റി ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം തീരുവോളം ഞാൻ നിന്നെ സസ്റ്റെയിൻ ചെയ്യും. ആ ഒരു ചിന്തയും ബോധവും നമ്മുടെ അകത്തുണ്ടെങ്കിൽ, ഇഫ് വി ഹാവ് ദാറ്റ് തിങ് ഇൻ അവർ മൈൻഡ്, നമ്മുടെ അകത്തുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമ്മളെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മളെ പറ്റിയുള്ള ചിന്ത എന്താണ്? ദൈവത്തിന് നമ്മളെപ്പറ്റി മഹത്തായ ചിന്തയുണ്ട്. നമ്മളെ പറ്റി റിയലി എങ്ങനെയാണ് ചിന്തിക്കുന്നത്? നമ്മുടെ മനസ്സിൻ്റെ അകത്തൊരു രൂപാന്തരം. ആർ വി തിങ്കിങ് സെൻസിബിളി അബൌട്ട് അവർ സെൽവ്സ്? നമ്മളെപ്പറ്റി ശരിക്കും എന്താണ് ചിന്തിക്കുന്നത്? ഒരിക്കൽ കൂടെ പൗലോസിന്റെ ആ വാക്കുകൾ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ബിക്കോസ് ഓഫ് ദ പ്രിവിലേജ് ആൻഡ് അതോറിറ്റി ഗോഡ് ഹാസ് ഗിവൻ മീ, ഐ ഗീവ് ഈച്ച് ഓഫ് യു ദിസ് വാർണിംഗ്. Don't think you are better than you really are. Be honest in your evaluation of yourself, measuring yourself by the faith. ഓരോരുത്തർക്ക് കിട്ടിയ കൃപയനുസരിച്ച്, വിശ്വാസം അനുസരിച്ച് അവൻ തന്നെത്താനെ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, ആ സുബോധത്തോടെ നമ്മളെ തന്നെ നമുക്ക് ചിന്തിക്കാം, നമ്മൾ എവിടെ ആയിരിക്കുന്നു. അങ്ങനെ ആണെങ്കിൽ നമ്മൾ ആ ഒരു രൂപാന്തരം പ്രാപിച്ച് ദൈവവചനത്തിന്റെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സ്റ്റാൻഡേർഡ് വേറെ ആരുടെ സ്റ്റാൻഡേർഡ്? നമ്മുടെ സ്റ്റാൻഡേർഡ് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡാണ്. ആ സ്റ്റാൻഡേർഡ് വെച്ച് നമ്മൾ മുമ്പോട്ട് പോകുവാണെങ്കിൽ ദൈവം വൻ കാര്യങ്ങളെ നമുക്ക് വേണ്ടി ചെയ്യും, നമ്മളിൽ കൂടെ ചെയ്യും. ഹല്ലേലൂയ. നിത്യതയുടെ തുറമുഖത്തെത്തുമ്പോൾ ഈ ലോകത്ത് തരുന്ന പ്രശംസയോ പേരോ ഒന്നും നമുക്കവിടെ യൂസ് വരത്തില്ല. പക്ഷെ കർത്താവിന് വേണ്ടി നാം വിശ്വസ്തയോടെ, ആരും അറിയാതെയാണെങ്കിൽ പോലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ ഒരു പ്രതിഫലത്തിന് കാരണമായി തീരും. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഞാൻ കർത്താവിൻ്റെ ദാസനെ കൈമാറുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഇന്ന് ഈ സമയം ഈ വചനം ശ്രവിച്ച എല്ലാ നിന്റെ മക്കളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, അങ്ങക്ക് ചെയ്യാനുള്ളത് അങ്ങ് ചെയ്തു, അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങ് ചെയ്യും എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് പൂർണ്ണ സമാധാനത്തോടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ സമയം കർത്താവെ, പൗലോസിൻ്റെ കർത്താവെ എഴുതിയ ദോസ് വേർഡ്സ് ഞങ്ങളത് ഏറ്റെടുത്തിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശരിക്കും ഉള്ളതുപോലെ ചിന്തിക്കാൻ കൃപ തരണമേ. ഉന്നത ഭാവങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങളിൽ നിന്ന് മാറി കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഈ കൗണ്ടി മയോയിലുള്ള
ലിവിങ് ഹോപ്പ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഈ ചർച്ചിനെ ദൈവം അനുഗ്രഹിക്കണം. അവർക്ക് അവരുടെ അതിരുകളെ ദൈവം വിശാലമാക്കണമേ. അങ്ങയുടെ ദാസനെ അനുഗ്രഹിക്കണമേ. അവിടെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ദാസൻ എന്നുള്ള നിലയിൽ ഞാൻ ഈ ജനത്തെയും ഈ സഭയെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി പുതിയ ഡൈമെൻഷൻസ്, പുതിയ തലത്തിലേക്ക് ദൈവം തുറക്കണമേ. സഭയ്ക്ക് വിശാലത വരുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അടിയനെയും ഇങ്ങനെ ഒരു അവസരം ഇന്ന് തന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. ഗോഡ് ബ്ലസ് യു.